ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरुवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूप कदा मह्यं ददाति सुपदान्तिकं वन्देऽहं श्रीगुरुं श्रीयुतपदकमलं श्रीगुरुं वैष्णवांश्च श्रीरूपं साग्रजातं सगण रघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधाकृष्णपादान् सगणललिता शिविशाखान्वितं श्याम। ये कृष्णा करुणा सिन्धु दीनबन्धो जगत्पते गोपेश गोपिका कान्त राधा कान्त नमोस्तुते। तप्त काञ्चन गौराङ्गी राधे वृन्दावनेश्वरि वृषभानुसुते देवे प्रणमामि हरिप्रिये। वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्यः च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमः ओं विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदान्त स्वामिनिति नामिने नमस्ते सारस्वती देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशतारिणे। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर शिवासादि गौर भक्त वृंदा। हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे। गुरुवे गौरचंद्राय राधिकाय तदालये कृष्णाय कृष्ण भक्ताय तद्भक्ताय नमो नमः। ഹരേ കൃഷ്ണ ഹരിം തത്സത്. അടുത്ത ആഴ്ച പഠിക്കാനുള്ള ശ്ലോകം ഭഗവത്ഗീത ആസ് ഇറ്റ് ഈസ് 18-ാമത്തെ അധ്യായം 66-ാമത്തെ ശ്ലോകം. സർവധർമ്മൻ പരിത്യജ്യ മാം ഏകം ശരണം വ്രജ അഹം ത്വാം സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുചഃ. സർവധർമ്മൻ പരിത്യജ്യ മാം ഏകം ശരണം വ്രജ അഹം ത്വം സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുചഃ. മംഗളമാതാജി. ഹരേ കൃഷ്ണ. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ഓം നമോ ഭഗവതേ വാസുദേവായ. സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ അഹം ത്വം സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുചഃ. ഹരിബോൾ. സ്മിത മാതാജി. ഓക്കെ, എന്നാ ശ്യാമള മാതാജി പറയും. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ അഹം ത്വം സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുചഃ. പരിവർത്തനം. അല്ല, ഒരു മിനിറ്റ്. സ്മിത മാതാജി വായിച്ചു. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതി വാസുദേവായ. സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ അഹം ത്വം സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാം ശുചഃ. വിവർത്തനം വായിക്കാം അല്ലെ. സർവധർമ്മങ്ങൾ ത്യജിച്ച് എന്നിൽ ശരണം തേടുക, ഞാൻ നിന്നെ സകല പാപ പ്രതികരണങ്ങളിൽ നിന്നും മോചിപ്പിക്കാം, ഭയപ്പെടേണ്ട. ഹരേ കൃഷ്ണ. ഹരിബോൾ. ഇപ്പോ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ആദ്യം ബൈഹാർട്ട് ചെയ്ത ശ്ലോകമാണ് ഭഗവത്ഗീതയില്. മനസ്സിലായി? ഇത് ശരിക്കും നമ്മളെ അത് വായിച്ചതിന്റെ മീനിങ്, അർത്ഥം മനസ്സിലാക്കിയാൽ ആക്ച്വലി ഭഗവത്ഗീതയിലത്തെ എസെൻസ് ആണത്, അല്ലേ? ആക്ച്വലി മന്മനാ ഭഗവത് ഭക്തോ അതൊരു എന്താണ് ചെയ്യേണ്ടത്, അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻസ്ട്രക്ഷൻ ആണെങ്കിലും കൂടിയും ഇതാണ് അതിന്റെ എസെൻസ്. അപ്പൊ ഇതിനെ ഒരു പേര് പറയും ഈ ശ്ലോകത്തിന്. എന്ത് പേരിൽ അത് അറിയപ്പെടുന്ന അറിയോ? ശരണാഗതി അല്ലേ? അല്ലല്ല, ശരണാഗതി അല്ല. അതുണ്ട്. അല്ല, ഇതിനൊരു പ്രത്യേകിച്ചൊരു പേരുണ്ട് ശ്ലോകത്തിന്. പരിഭാഷ സൂത്രം എന്ന് പറയും. ഓക്കെ. അപ്പൊ ഭഗവത്ഗീതയിലെ പരിഭാഷ സൂത്രം 3-4 ശ്ലോകങ്ങളുണ്ട്. പ്രധാനപ്പെട്ട പരിഭാഷ സൂത്രം എന്ന് പറഞ്ഞാൽ ഇതാണ്: സർവധർമാൻ പരിത്യജ്യ മാം ഏകം ശരണം വ്രജ. മാം ഏകം നമ്മൾ അടിവരയിടണം. എന്നാൽ എന്താ സംഭവിക്കുക? അഹം ത്വാം സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുചഃ. എല്ലാ പാപകർമ്മങ്ങളുടെ റിയാക്ഷനിൽ നിന്നും ഞാൻ തന്നെ മുക്തി തരാം. പേടിക്കണ്ട, ഒരിക്കലും പേടിക്കണ്ട. നമ്മൾ പേടിക്കില്ല, അയ്യോ അത് ചെയ്തില്ലെങ്കിൽ ആ ദേവന് കോപം വരുമോ, ഈ ദേവിക്ക് കോപം വരുമോ, ഒന്നുകൊണ്ടും പേടിക്കണ്ട. ഞാനാണ് പറയുന്നത് വെച്ചാൽ ഭഗവാൻ കൃഷ്ണൻ എല്ലാവരുടെയും പ്രൊപ്പറേറ്റർ, കൺട്രോളർ, മാസ്റ്റർ,
എൻജോർ ആയിട്ടുള്ള എല്ലാവരുടെയും അധിപനായിട്ടുള്ള ആ കൃഷ്ണന്റെ വാക്കാണ്. അപ്പൊ ഇതിനെ പരിഭാഷ സൂത്രം എന്ന് പറഞ്ഞാൽ ഏതൊരു ശ്ലോകമാണോ അതിന്റെ ആ ബലത്തിലായിരിക്കണം നമ്മൾ ബാക്കിയുള്ള എല്ലാ സൂത്രങ്ങളെ അല്ലെങ്കിൽ ശ്ലോകങ്ങളെ മനസ്സിലാക്കേണ്ടത്. അതാണ് പരിഭാഷ സൂത്രം. അപ്പൊ ഇതാണ് ഈ ഇതിന്റെ ബേസിസിലായിരിക്കണം നമ്മൾ മറ്റുള്ള സൂത്രങ്ങളെ അല്ലെങ്കിൽ ശ്ലോകങ്ങളെയൊക്കെ നമ്മൾ മനസ്സിലാക്കി. ഇതിന്റെ ബേസിസിൽ അതാണ് പരിഭാഷ സൂത്രം. ഇത് മനസ്സിലാക്കിയില്ലെങ്കിൽ നമ്മൾ മറ്റൊന്നും മനസ്സിലാക്കാൻ പറ്റില്ല. ഇത് ആദ്യം ഈ തത്വം നമ്മൾ ഉൾക്കൊള്ളണം, എന്നിട്ട് മനസ്സിലാക്കണം മറ്റുള്ള സ്തോത്രങ്ങളോ അല്ലെങ്കിൽ സ്തുതികളോ അല്ലെങ്കിൽ സൂത്രങ്ങളോ അല്ലെങ്കിൽ ശ്ലോകങ്ങളോ എന്താണെങ്കിലും. അതേപോലെ ഭാഗവത്തിലെ പരിഭാഷ സൂത്രം ഏതാണ്? എംപറർ ശ്ലോക എന്ന് പറഞ്ഞത്, ഇംഗ്ലീഷിലെ എംപറർ ശ്ലോക. ചക്രവർത്തിയാണ് അതിന്റെ. എംപറർ എന്ന് പറഞ്ഞ ചക്രവർത്തി. ഭാഗവതത്തിലത്തെ എല്ലാ ശ്ലോകങ്ങളുടെയും ചക്രവർത്തി. അതേപോലെ ഭഗവത്ഗീതയിലെ എല്ലാ ശ്ലോകങ്ങളുടെയും ചക്രവർത്തിയാണ് ഇത്. സർവധർമാൻ പരിത്യജ്യ. ഭാഗവതത്തിലെ പരിഭാഷ സൂത്രം ഏതാ അറിയോ? അതും ആണ് ഒന്ന്. പക്ഷെ ശരിക്കും മെയിൻ ആയിട്ടുള്ളത് ഏതേ ചാംശ കലാപുംസ കൃഷ്ണാസ്തു ഭഗവാൻ സ്വയം. കൃഷ്ണാസ്തു ഭഗവാൻ സ്വയം. അതെ, അത് മനസ്സിലാക്കിയാലാണ് നമുക്ക് ഭാഗവതത്തിലൊക്കെ മറ്റുള്ള കാര്യങ്ങൾ അതിനെ ബേസിസിട്ടായിരിക്കണം. അതാണ് ഒരു യാർഡ് സ്റ്റിക്ക്. എന്തായാലും പറയാ മലയാളത്തിലെ മാനദണ്ഡം പറയുന്നില്ലേ, അതിന്റെ ആ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ബാക്കിയെല്ലാം മനസ്സിലാക്കാൻ. അതായിരിക്കണം മാനദണ്ഡം. ആണ് പരിഭാഷ. ഇവിടെ ഭഗവാൻ പറയുന്നത് അബാൻഡൻ ഓൾ വെറൈറ്റീസ് ഓഫ് റിലിജിയൻ. അപ്പൊ അതിന്റെ അർത്ഥം അത് നമ്മൾ നെഗ്ലക്ട് ചെയ്യുന്ന നല്ല അർത്ഥം. കാരണം സർവധർമാൻ പരിത്യജ്യ മാം ഏകം, എന്നെ മാത്രം ശരണം പ്രാപിക്കുക എന്ന അതില് മറ്റതെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട്. ഒരാളും അതിനെ ത്യജിക്കില്ല. അത് സെക്കൻഡറി ആണ്, ഇതാണ് പ്രൈമറി എന്ന് മനസ്സിലാക്കി തരാണ് ചെയ്യുന്നത്. അതായത് ഭഗവാനെ ശരണം പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ ശക്തിയെ ശരണം പ്രാപിക്കുന്നു, ഭഗവാന്റെ ഭക്തന്മാരെ ശരണം പ്രാപിക്കുന്നു, ഭഗവാന്റെ എല്ലാ എന്താ പറയുക ജീവജാലങ്ങളും എല്ലാം ഭഗവാന്റെ കുട്ടികളാണല്ലേ. അവരെല്ലാവരും നമ്മള് വേണ്ട വിധത്തില് അവരോട് പെരുമാറുന്നു. ഒരാളെയും നമ്മളെ ബുദ്ധിമുട്ടിക്കില്ല, ഒരാളെയും നമ്മള് അവരുടെ ജീവൻ എടുക്കുന്നില്ല അനാവശ്യമായിട്ട്. അപ്പൊ ഇതെല്ലാം അതിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്. അപ്പൊ ഭഗവാനെ ശരണം പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ നിർദ്ദേശങ്ങളെ നമ്മൾ പാലിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ജീവജാലങ്ങളെയും നമ്മൾ ബുദ്ധിമുട്ടിക്കില്ല, അനാവശ്യമായിട്ട് ഒരാളെയും നമ്മൾ ഹറാസ് ചെയ്യില്ല, അവർക്ക് ബുദ്ധിമുട്ട് വരുത്തില്ല. അതാണ് ഒരു ഭക്തൻ. അപ്പോ പതിധർമ്മം, പത്നിധർമ്മം, സമാജധർമ്മം, രാജധർമ്മം ഇതെല്ലാം ഓട്ടോമാറ്റിക്കലി നടക്കും. അത് നമ്മൾ വ്യതിചലിക്കില്ല, ഉറപ്പാണ്. കാരണം ഭഗവാന് സറണ്ടർ ചെയ്താൽ ഭഗവാന്റെ ഇൻസ്ട്രക്ഷന് സറണ്ടർ ചെയ്തു എന്നാണ്. ഭഗവാന്റെ ഭക്തന്മാരെ സറണ്ടർ ചെയ്തു എന്നാണ്. ഭഗവാന്റെ ഗീത ഉപദേശത്തിൽ എന്തെല്ലാം ഉപദേശിക്കുന്നുണ്ട് അതിനെ സറണ്ടർ ചെയ്തു എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻറ്റ് ശ്ലോകമാണ്. അബാൻഡൻ ഓൾ വെറൈറ്റീസ് ഓഫ് റിലിജിയൻ and just surrender unto me, I shall deliver you from all sinful reactions, do not fear. അപ്പൊ ആ സറണ്ടൻസ്, ആത്മസമർപ്പണം നമ്മൾ എപ്പോൾ ചെയ്യുന്നു അപ്പം നമുക്ക് നമ്മളുടെ പഴയ ആ അക്കൗണ്ട് എല്ലാം ക്ലീൻ ആക്കും ഭഗവാൻ. അപ്പൊ അത് അർജുനന് ഭഗവാനെ നേരിട്ട് ശരണം പ്രാപിക്കാനുള്ള ഒരു അവസരം കിട്ടി, നമുക്കത് കിട്ടില്ല. അപ്പൊ നമ്മൾ ആരെ ശരണം പ്രാപിക്കണം? ഭഗവാന്റെ റെപ്രസെന്റേറ്റീവ് ആയിട്ടുള്ള ഗുരുവിനെ ശരണം പ്രാപിക്കണം. ഗുരു എന്താണോ ഭഗവാൻ പറഞ്ഞിരിക്കുന്നത് അത് അതേപടി നമുക്ക് പറഞ്ഞു തരും, അതൊന്നും വ്യതിചലിക്കില്ല. അതാണ് ഗുരു സാധു ശാസ്ത്ര. ഭഗവാന്റെ ആ വചനങ്ങള് പ്രഭുപാദ വളരെ സരളമായിട്ട് ഭഗവത്ഗീതയിലും ഭാഗവതത്തിലും നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് നിർദ്ദേശങ്ങള്. അപ്പൊ ഈ ഭഗവത്ഗീതയെ നമ്മൾ ശരണം പ്രാപിക്കുക, ഗുരുവിനെ ശരണം പ്രാപിക്കുക, ഭാഗവതത്തിനെ ശരണം പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ നിർദ്ദേശത്തിനെ നമ്മൾ അംഗീകരിച്ചു, ഭഗവാനെ ശരണം പ്രാപിച്ചു. അതിന് തുല്യമാണ്, ഐഡന്റിക്കലാണ്. അതുകൊണ്ട് നമ്മൾ ഭഗവാനെ മാത്രമേ ശരണം പ്രാപിക്കുള്ളൂ, ഭഗവാന്റെ നിർദ്ദേശങ്ങളെ ഞാൻ ശരണം പ്രാപിക്കില്ല എന്ന് പറഞ്ഞാൽ അത് ശരിയല്ല.
It was a very, very important sloka. 18.66. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് വല്ലതും ഉണ്ടോ ഇതിലും? ഹരേ കൃഷ്ണ പ്രഭുജി, അതിന്റെ ഭാവാർത്ഥത്തിൽ ഒരു ശ്ലോകം ഇല്ലേ, ഒരു ശരണാഗതി പറഞ്ഞിട്ട് അടുത്ത പേജില്, ആനുകൂല്യസ്യ സങ്കല്പ പ്രാതികൂല്യസ്യ വർജനം. ആ, അന്യാഭിലാഷിത ശൂന്യം അല്ലേ? അല്ല പ്രഭുജി, ഈ ഒരു ഇതിന്റെ പർപ്പസിലേ ആ, ഹരിഭക്തി വിലാസത്തിലത്തെ ഒരു ശ്ലോകം കോട്ട് ചെയ്തിട്ടുണ്ട്. ആ, ഓക്കെ. ശരണാഗതി 6 തരത്തിലുള്ള ശരണാഗതി. ആനുകൂല്യസ്യ സങ്കല്പ, പ്രതികൂലസ്യ വർജനം അല്ലേ? അവശ്യ രക്ഷിപേ കൃഷ്ണ. പിന്നെ 6 വിധത്തിലുള്ള ശരണാഗതി ഞാൻ പറഞ്ഞ. ഒറ്റ മിനിറ്റ്, ശ്ലോകം മറന്നു. ഒരു മിനിറ്റ് പറഞ്ഞത്. ഞാൻ നോക്കിയിട്ടില്ലല്ലോ. ഓക്കെ, ഞാൻ നോക്കട്ടെ. ഒരു മിനിറ്റ്. 18 66. ആനുകൂല്യസ്യ സങ്കല്പ പ്രതികൂല്യസ്യ വർജനം ലക്ഷ്യസ്യ സ്ഥിതി വിശ്വാസോ ഗോപതൃവേ മരണം തഥാ ആത്മനിക്ഷേപ കാർപ്പണ്യേ സദ്വിധ ശരണാഗതി. 6 തരത്തിലുള്ള ശരണാഗതിയാണ് ഇവിടെ പറയുന്നത്. എന്തെല്ലാം നമുക്ക് ഭഗവാന്റെ ഭക്തിയുത സേവനത്തില് ആനുകൂല്യമായത് എന്താണ്, അനുകൂലമായിട്ടുള്ള എന്താണ്, അതെല്ലാം നമ്മൾ സ്വീകരിക്കണം. സങ്കല്പ പ്രാതികൂല്യസ്യ വർജനം, എന്താണോ പ്രതികൂലമായിട്ട് നിൽക്കുന്നത്, എന്തൊരു കാര്യവും ഭഗവാന്റെ ഭക്തിയുത സേവനത്തിന് പ്രതികൂലമായിട്ടുണ്ടെങ്കിൽ അതിനെ വർജിക്കണം. രക്ഷിസ്യതീതി വിശ്വാസം, ഏതൊരു സമയത്തും തൻ്റെ ഭക്തന്മാരെ ഭഗവാൻ രക്ഷിക്കുമെന്നുള്ള അടിയുറച്ച വിശ്വാസം എപ്പോഴും ഉണ്ടായിരിക്കണം. ഗോപ്തൃത്വേ വരണം തഥ. ഗോപ്തൃത്വേ വരണം തഥ പറഞ്ഞാൽ, അതായത് എപ്പോഴും ഭഗവാനെ നമ്മളുടെ ഇതായിട്ട് കാണണം. അത് എക്സാക്ട്ലി ഇതില് ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞില്ല. Accepting Bhagwan as one's only maintainer. Okay, അതാണ് അതിന്റെ അർത്ഥം. ഗോപ്തൃത്വേ വരണം തഥ, അതായത് നമ്മളെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്, നമ്മളെ പരിപാലിക്കുന്നത് ഭഗവാൻ മാത്രമാണ്, വേറെ ആരുമില്ല. നമ്മൾ എന്ത് സാധാരണ വിചാരിക്കുക, എൻ്റെ ഭർത്താവ് എന്നെ പരിപാലിക്കുന്നു, ഭാര്യ എന്നെ പരിപാലിക്കുന്നു, മക്കള് അല്ലെങ്കിൽ രാജ്യം അല്ലെങ്കിൽ അധികാരികള്, രാജാവ്, ഇവരാണ് എന്നെ പരിപാലിക്കുന്നത്. യെസ്, അവർ പരിപാലിക്കുന്നുണ്ട്. പക്ഷെ അത് എന്താണ്? അൾട്ടിമേറ്റ് പരിപാലനകരനല്ല, അൾട്ടിമേറ്റ് പ്രൊട്ടക്ടർ അല്ല. നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നത് ആരുടെ അനുഗ്രഹം കൊണ്ട്? അവരൊക്കെ, അത് ഭർത്താവായാലും ശരി, ഭാര്യയും ശരി, മക്കളായാലും ശരി, അച്ഛനമ്മയാലും ശരി, അല്ലെങ്കിൽ രാജാവ് ആരാണെങ്കിലും ശരി, അവർക്ക് ഇതിനുള്ള അനുഗ്രഹം കൊടുക്കുന്ന ആരാണ്? അൾട്ടിമേറ്റ് സാങ്ക്ഷൻ കൊടുക്കുന്നത് ഭഗവാനാണ്. അപ്പൊ അതുകൊണ്ട് ഗോപ്തൃത്വേ വരണം തഥ, ഹീസ് ദ മെയിൻറ്റൈനർ. അദ്ദേഹത്തില്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല, നമ്മളെ പരിപാലിക്കാൻ പറ്റില്ല. ആത്മനിക്ഷേപ കാർപ്പണ്യ, അതായത് ടോട്ടൽ സറണ്ടർ, നമ്മുടെ കംപ്ലീറ്റ് സറണ്ടർ, നമ്മളുടേതായിട്ടുള്ള നമ്മുടെ കാർപ്പണ്യ പറഞ്ഞാൽ ഹ്യൂമിലിറ്റി, ഹംബിൾനെസ് അല്ലേ? അപ്പൊ ഈ 6 വിധത്തിലുള്ള ശരണാഗതിയാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ഹ്യൂമിലിറ്റി, അതായത് ഹ്യൂമിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരെയും വൈഷ്ണവന്മാരായിട്ട് കാണണം, സ്വയം വൈഷ്ണവനായിട്ട് കണക്കാക്കാൻ പാടില്ല. മോസ്റ്റ് ഫോളൻ, ഒരു ആർട്ടിഫിഷ്യൽ ഫീലിംഗ് അല്ല. എല്ലാവരും
എല്ലാവർക്കും എല്ലാ യോഗ്യത ഉണ്ട്, അവരുടെ എല്ലാ യോഗ്യതയും കാണണം, യോഗ്യത എടുത്ത് ഹൈലൈറ്റ് ചെയ്യണം. പക്ഷെ ഞാൻ യോഗ്യതയാണ്, മറ്റുള്ളവരാരും യോഗ്യത ഇല്ലാത്തവരാണെന്ന് നമ്മൾ ഒരിക്കലും കാണാൻ പാടില്ല. അതാണ് തൃണാദപി സുനിചേന തരോരപി സഹിഷ്ണുനാം അമാനീന മാനദേന കീർത്തനീയ സദാഹരി. അതന്നെ ഹംബിൾ, ഹ്യൂമിലിറ്റി. ഇതാണ് കാർപ്പണ്യം എന്ന് പറഞ്ഞാൽ ഹ്യൂമിലിറ്റി, ഹംബിൾനെസ്, വിനമ്രത. എല്ലാവരും സാധാരണ ഭൗതിക ലോകത്തില് എനിക്കെല്ലാം അറിയാം, ഞാനാണ് ഇതെല്ലാം ചെയ്തു കൊടുത്തത്, ഞാനില്ലെങ്കിൽ സംഭവിക്കില്ല, മറ്റുള്ളവർക്കൊന്നും അറിയില്ല. പക്ഷെ ഒരു വൈഷ്ണവം എന്ന് പറഞ്ഞാൽ എപ്പോഴും ഹി തിങ്സ് ഹിംസെൽഫ് ലോലി. ലോലി എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ അപേക്ഷിച്ച് ഗോസ്വാമിമാര്, വൃന്ദാവനത്തിലെ ഗോസ്വാമിമാര് ഒരിക്കലും അവര് ഞാൻ വലിയ സ്കോളർലിയാണ്, ഞാനൊരു ഫിലോസഫറാണ്, ഞാനൊരു ഭക്തൻ, ഒരിക്കലും അവര് തന്നെ പറ്റി സങ്കല്പിക്കില്ല. നമ്മളെപ്പോഴും മറ്റുള്ളവരുടെ ദാസൻ, ദാസ, ആ ഒരു ഫീലിംഗ് ആണ് എപ്പോഴും. അപ്പൊ അതിൽ മാത്രമേ നമുക്ക് ഭഗവാന്റെ പ്രീതി നേടാൻ പറ്റൂ. എപ്പോഴെങ്കിലും നമ്മളുടെ തലയിൽ നമ്മളുടെ ആ കയറിക്കൂട്ടിണ്ടെങ്കിൽ എനിക്ക് കുറച്ച് അറിവുണ്ട്, 4 ശ്ലോകം അറിയും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫിലോസഫി അറിയും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അറിയും, ഞാൻ കാരണമാണ് അതെല്ലാം നടക്കുന്നത്, നമ്മുടെ തലയിൽ എപ്പോ കയറി അപ്പൊ നമ്മളുടെ എല്ലാം സർവനാശം, എല്ലാം നശിച്ചു. അപ്പൊ അതുകൊണ്ട് ചൈതന്യ മഹാപ്രഭു ഈ പ്രത്യേകിച്ചിട്ട് ഈ ശ്ലോകം വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നത്, മഹാരാജകന്മാര് പറയുന്നുണ്ട് ഈ ശ്ലോകത്തിന്റെ എന്തായാലും പറയാ ഏലസ് ഉണ്ടാക്കിയിട്ട് നമ്മുടെ കഴുത്തിൽ കെട്ടണമെന്ന്. സമാധവി സുനിചേന തരോറപ്പി സഹിഷ്ണുന അമാനീന മാനദേന കീർത്തനീയ സദാഹരി. നമ്മളെപ്പോഴും റിമൈൻഡ് ചെയ്യണം, ഇത് എഴുതിയിട്ട് 108 പ്രാവശ്യം എഴുതിയിട്ട് നമ്മൾ പേപ്പറിൽ ചുരുട്ടിയിട്ട് ഏലസ് ഉണ്ടാക്കിയിട്ട് ഇവിടെ വെക്കുക. അതായിരിക്കണം ഓരോരുത്തരും അങ്ങനെയാണ് വിചാരിക്കേണ്ടത്. ഒരിക്കലും ഞാൻ വൈഷ്ണവനാണ്, ഞാൻ അതാണ്, എനിക്ക് മാത്രമേ യോഗ്യത ഉള്ളൂ വിചാരിക്കണം. സോ ദിസ് ഈസ് ഹ്യൂമിലിറ്റി. ഗോപ്തൃത്വം എന്ന് പറഞ്ഞാല് കറക്റ്റ് എന്താ പറഞ്ഞ വേർഡ്? ഈസ് മെയിൻറ്റൈൻ, അതായത് ഭഗവാനാണ് നമ്മളുടെ പരിപാലകൻ, വേറെ ആരുമല്ല എന്ന് നമ്മള് ദൃഢമായിട്ടുള്ള വിശ്വാസമാണ്. മറ്റേതൊക്കെ ഇൻസ്ട്രുമെന്റ്സ് ആണ്. അപ്പൊ ഭഗവാനെ ഒരാളെ രക്ഷിക്കണമെന്നുണ്ടെങ്കിൽ വേറൊരാളെ മാധ്യമത്തിലൂടെ രക്ഷിക്കും, ഒരു ഇൻസ്ട്രുമെന്റ്, ഉപകരണമാക്കും മാത്രം. അതേപോലെ പ്രഭുജി ആത്മനിക്ഷേപ പറഞ്ഞാല് ടോട്ടൽ സറണ്ടർ എന്ന് പറഞ്ഞു. കംപ്ലീറ്റ് സബ്മിഷൻ. എപ്പോഴും ഭഗവാനിൽ മാത്രം ശരണം എന്നാണോ? അതെ, ഭഗവാനെ മാത്രം കംപ്ലീറ്റ്. നമ്മുടെ ആത്മാവും കൂടി ഭഗവാന്, കാരണം വെച്ചാൽ ആത്മാവ് പരമാത്മാവിന്റെ ഭാഗമാണ്. അപ്പൊ ആ ആത്മാവ്, ജീവാത്മാവ് പരമാത്മാവിന്റെ അധീനത്തില് നമ്മള്, അതായത് പറയാ ആക്ച്വലി പറയുന്ന ചൈതന്യ മഹാപ്രഭു പറയുന്ന കിങ്കരൻ എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? കള്ളന്മാർന്നല്ലേ? ഏ കള്ളന്മാർന്നല്ലേ? അല്ല കിങ്കര, എന്ത് ചെയ്യണം? കിങ്കര എന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യണം. അപ്പൊ അതായത് അപ്പൊ നമ്മളുടേതായിട്ടുള്ള ഒന്നുമില്ല, നമ്മുടേതായിട്ടുള്ള എല്ലാം അവരുടെ ആവശ്യത്തിന് വേണ്ടി. അതായത് ഭഗവാന്റെ ഞാൻ എന്ത് ചെയ്യണം, ഞാൻ ദാസനാണ്, ദാസാനുദാസനാണ്. അതായത് ഒരു അടിമയ്ക്ക് എന്തെങ്കിലും ഒരു ഫ്രീഡം ഉണ്ടോ? ഒരാളുടെ അടിമയായി കഴിഞ്ഞാൽ എന്തെങ്കിലും ഫ്രീഡം ഉണ്ടോ? ഒരു ഫ്രീഡം ഇല്ല. അതേപോലെ ആയിരിക്കണം നമ്മളെ. പക്ഷെ നമ്മള് ഭൗതിക ലോകത്തിൽ അങ്ങ് പറഞ്ഞാൽ നിങ്ങളുടെ എന്താണത്, നിങ്ങൾ അടിമകളാണെന്ന് പറയും. അത് നെഗറ്റീവായിട്ട് കാണാം. പക്ഷെ ഇവിടെ അങ്ങനെയല്ല പറയുന്നത്. ഭഗവാന്റെ സേവനത്തിന് എത്ര തന്നെ ബുദ്ധിമുട്ട് വന്നാലും ശരി, എന്ത് തന്നെ അസൗകര്യങ്ങൾ വന്നാലും ശരി, ഭഗവാന്റെ പ്രീതിക്ക് ഞാൻ എന്തും ചെയ്യാം. അതാണ് ആത്മസമർപ്പണം. പിന്നെ അവിടെ എനിക്കൊരു ഫ്രീഡം വേണ്ട. അർജുനൻ കംപ്ലീറ്റ് ആത്മസമർപ്പണം ചെയ്തു, കൈയൊഴിഞ്ഞ്, ഭഗവാനെ എനിക്കൊന്നും പറ്റില്ല, അങ്ങ് ഏറ്റെടുത്തോളൂ, ഞാൻ എൻ്റെ ആ ബുദ്ധിയും യുക്തിയും സ്വാതന്ത്ര്യം എല്ലാം അങ്ങേ സമർപ്പിക്കുന്നു, ഇനി അങ്ങ് എന്നെ നയിച്ചാലും. അതായിരുന്നു അർജുനന്റെ ഭാവം അവസാനം. അപ്പൊ എന്തായി? അർജുനനെ ശരിക്കും ഭഗവാൻ നയിച്ചു, വിജയം കൈവരിക്കാൻ സാധിച്ചു. നേരെ മറിച്ച് അതന്നെയാണ് ദ്രൗപദി മാതാവിനും പറ്റിയത്. എല്ലാവരെയും സമീപിച്ചു,
ഭീഷ്മ പിതാമഹനെ, ദ്രോണാചാര്യരെ, തന്റെ 5 വളരെ ശക്തന്മാരായിട്ടുള്ള ഭർത്താക്കന്മാരെ, എല്ലാവരെയും എല്ലാവരും തലകുനിച്ചു വന്നു. പിന്നെ സ്വയം രക്ഷിക്കാൻ നോക്കി. ഒരു കൈ പിടിച്ചിട്ട് ഒരു കൈ പൊക്കിയിട്ട് ദ്വാരകാവാസിൻ ഗോവിന്ദ കേശവ എന്ന് വിളിക്കാൻ തുടങ്ങി. അപ്പോഴും ഭഗവാൻ വന്നില്ല. എപ്പോഴാണ് വന്ന്? ഒരു നിവൃത്തിയില്ല. ഒരു നിസ്സഹായ അവസ്ഥയില് 2 കൈയും പൊക്കി ടോട്ടൽ സറണ്ടർ ചെയ്തപ്പോൾ ഭഗവാൻ ഓട്ടോമാറ്റിക്കലി സാരിയുടെ രൂപത്തിൽ വന്നിട്ട് ദ്രൗപദി മാതാവിനെ രക്ഷിച്ചു. അല്ലെ? അപ്പൊ ഒരാള് തോക്ക് ചൂണ്ടിയിട്ട് നമ്മളുടെ ദേഹത്ത് നെറ്റിയിൽ തോക്ക് ചൂണ്ടിയിട്ട് വരികയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യാ? ഒരു കൈ ഇങ്ങനെ പൊക്കുവോ? എന്നിട്ട് ഒരു കൈ നമ്മൾ പോക്കറ്റിലിടും. എന്താ ചെയ്യാ? 2 കൈയും സറണ്ടർ, ടോട്ടൽ സറണ്ടർ. അല്ലേ? നിങ്ങൾ എന്ത് വേണം ചെയ്യാം, പക്ഷെ എന്നെ സ്പെയർ ചെയ്യൂ, നിങ്ങൾ എന്ത് പറഞ്ഞ് ചെയ്യാം എന്നുള്ള ആ ഒരു ഭാവം, അതാണ് ഭഗവാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ അങ്ങനെ നമ്മൾ സറണ്ടർ ചെയ്താൽ പിന്നെ ഭഗവാൻ നമ്മൾ പറയുന്നത് കേൾക്കുന്നതാണ്. അങ്ങനത്തെ ആ ഒരു തലത്തിൽ നമ്മൾ വന്നെത്തി കഴിഞ്ഞാൽ ഭഗവാനെ കോൺകർ ചെയ്യാൻ, ഭഗവാന്റെ വാത്സല്യത്തിനെ കോൺകർ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഭഗവാനെ അറിയുന്നത് ഭാവഗ്രാഹി ജനാർദ്ദന എന്നാ പറയുന്നത്. ഭഗവാൻ നമ്മളുടെ ആക്ഷൻ അല്ല നോക്കുന്നത്, നമ്മളുടെ ഭാവം, നമ്മളുടെ മൂഡ് എന്താണ്, നമ്മുടെ ഭാവം, അതിനെ നോക്കുന്നത്. ഭക്തന്മാരെ എന്താ പറയുന്നത്? സാരഗ്രാഹി എന്നാ പറയുന്നത്. ഭഗവാനെ ഭാവഗ്രാഹി, ഭക്തന്മാരെ കാരണം ഭക്തന്മാരെ അതിന്റെ സാരമാണ് എടുക്കുന്നത്. ഇനിയിപ്പോ ഭക്തന്മാർക്ക് ആ ഒരു ആത്മസമർപ്പണം ഇല്ലെങ്കിൽ ഭക്തന്മാരെ എന്താണ് അറിയപ്പെടുക? ഭാരവാഹി, ഭാരത്തിനെ വഹിക്കുന്നത്, അനാവശ്യമായിട്ടുള്ള ഭാരത്തിനെ വഹിക്കുന്ന ആൾക്കാരായിട്ട് മാറും. ഭാവഗ്രാഹി, സാരഗ്രാഹി, ഭാരവാഹി. നമ്മൾ ഭാരം വഹിക്കണോ? കൃഷ്ണൻ വൃന്ദാവനത്തില് കളിച്ച് നടക്കുന്ന സമയത്ത് ഗോപികമാർ വന്നിട്ട് പറയും, അവിടെ എന്തെങ്കിലും വിശ്രമിക്കാൻ വേണ്ടിയിട്ട് കലം താഴെ വെച്ചിട്ട് അവരെ കാര്യങ്ങൾ ചെയ്യായിരിക്കും. കൃഷ്ണ ഒരു കാര്യം ചെയ്യും, ഇതൊന്നും എൻ്റെ തലയിൽ എടുത്ത് വെക്കോ, ഞാൻ തലയിലത്തെ ഭാരം ഇറക്കി വെക്കാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്, തലയിൽ ഭാരം വെക്കാൻ വേണ്ടിയിട്ടല്ല വന്നിരിക്കുന്നത് എന്നാണ് കൃഷ്ണൻ പറയുക. ഭാരം ഇറക്കി വെക്കാണ്. കുലശേഖർ ആൾവാർ പറയുന്നില്ലേ, ജയതു ജയതു ദേവോ ദേവകീ നന്ദനോയം, ജയതു ദേവ് കൃഷ്ണ വിഷ്ണുവംശി പ്രദീപ, ജയതു ജയതു മേഘശ്യാമള കോമളാംഗോ, ജയതു ജയതു പൃഥ്വി ഭാരനാശോ മുകുന്ദ. പൃഥ്വിയുടെ ഭാരത്തിനെ നശിപ്പിക്കാൻ വന്നിരിക്കുന്നതാണ് ഭഗവാൻ, അല്ലെ? അതേപോലെ ഇവിടെ ഒരുപാട് അസുരന്മാരായിട്ടുള്ള ആൾക്കാരുണ്ട്, അസുര ചിന്താഗതിയായിട്ടുള്ള ആൾക്കാരുണ്ട്. അതൊക്കെ ഭൂമിക്ക് ഭാരമാണ്, അതിനെ കുറയ്ക്കണം. അപ്പൊ അതിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ആണ് ഭഗവാൻ കൃഷ്ണൻ മണ്ണ് തിന്നു എന്ന് പറയുന്നത് ചില ആചാര്യന്മാര്. പക്ഷെ ഈ കുറച്ച് മണ്ണ് നിന്നുകൊണ്ട് ഭൂമിയുടെ ഭാരം കുറയോ? കുറച്ച് ഈ ചെറിയൊരു കയ്യില് എത്ര മണ്ണ് പോവും? ലീലയാണ്. അതായത് ബലരാമൻ ചെന്ന് പറയാണ്, ഇത് ഇങ്ങനെ ആയതുകൊണ്ട് ഭൂമിയുടെ ഭാരം കുറയ്ക്കാൻ പോകുന്നുണ്ടോ? ഇത് നടക്കില്ല. അമ്മയോട് പരാതി പറയാണ്, ഭഗവാൻ കൃഷ്ണൻ മണ്ണ് തിന്നു. എല്ലാ സമയത്തും എല്ലാം ആസ്വദിക്കുമ്പോൾ നമ്മൾ ഒരുമിച്ചിരണം. വെണ്ണ കെട്ട് തിന്നുമ്പോൾ നമ്മൾ ഒരുമിച്ചിരണം. ഇത് മാത്രം ഒറ്റയ്ക്കാണ് ചെയ്യുന്നത്. അല്ല, എന്തോ ഒരു അപാകതയുണ്ട്. ഇതെല്ലാം നമ്മളുടെ ഒരുമിച്ചായിരുന്നു. ഇതെന്തുകൊണ്ട് ഞങ്ങളോട് പറഞ്ഞില്ല, നമ്മളോട് ഷെയർ ചെയ്തില്ല? അപ്പൊ അതായത് ഭൂമിയിൽ നിന്ന് ഒരുപാട് നല്ല നല്ല ഫലങ്ങളും കായ്കനികളൊക്കെ വരുന്നുണ്ട്. അപ്പോ ആ ഭൂമി എത്ര രസം തരുന്ന ഇതായിരിക്കും അതിന്റെ മണ്ണ്, അത് മാത്രം ഞങ്ങളോട് എന്തുകൊണ്ട് ഷെയർ ചെയ്തില്ല എന്നുള്ള കോപന്മാരുടെ കംപ്ലൈന്റ്. അപ്പൊ ചുരുക്കത്തില് ഭഗവാനാണ് എല്ലാം പരിപാലിക്കുന്നത്, മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്ന് നമ്മൾ എപ്പോഴും ഓർക്കണം. നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ചിലപ്പോ അത് ഭർത്താവിന്റെ രൂപത്തിലോ ഭാര്യയുടെ രൂപത്തിലോ മക്കളുടെ രൂപത്തിലോ അച്ഛന്റെ രൂപത്തിലോ രാജാവിന്റെ രൂപത്തിലോ പല ആൾക്കാരും നമ്മളെ പരിപാലിക്കുന്നതായിട്ട് തോന്നാം. പക്ഷെ അൾട്ടിമേറ്റ്ലി പരിപാലകൻ ആരാണ്? അത് ഭഗവാനാണെന്ന് നമ്മൾ ഓർക്കണം. പിന്നെ ടോട്ടൽ സറണ്ടർ. നമ്മളുടെ ഒരു പേഴ്സണൽ അജണ്ട അവിടെ പാടില്ല. നമ്മളുടെ ഒരു പേഴ്സണൽ അജണ്ട ഭഗവാൻ അറിയാത്ത
യുധിഷ്ഠിര മഹാരാജാവ് ചൂത് കളിക്കുന്ന സമയത്ത് ദുര്യോധനൻ വളരെ നന്നായിട്ട് സാമർഥ്യം കാണിച്ചു. എന്താണ് ചെയ്തത്? ചൂത് കളിക്കാൻ തൻ്റെ അമ്മാവനെ ശകുനിയെ കാണിച്ചാലും അഗ്രഗണ്യനാണ് വഞ്ചനയില് ശകുനി ഏൽപ്പിച്ചു. യുധിഷ്ഠിര മഹാരാജന് വേണമെങ്കിൽ പറയാമായിരുന്നു, ഞാൻ എന്റെ റെപ്രസെന്റേറ്റീവ് കൃഷ്ണനെ ഉപയോഗിക്കാം. പക്ഷേ ചില്ല, കൃഷ്ണനത് അറിയരുത് എന്നായിരുന്നു മനസ്സിലാക്കണം. അപ്പൊ ഒരു പേഴ്സണൽ അജണ്ട ഉണ്ടായിരുന്നു യുധിഷ്ഠിര മഹാരാജാവിന്. അതുകൊണ്ടാണ് യുധിഷ്ഠിര മഹാരാജ ചോദിച്ചത് കൃഷ്ണനോട്, ഞാൻ ചൂത് കളിക്കുന്ന സമയത്ത്, തോറ്റുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്തുകൊണ്ട് എന്നെ വന്ന് സഹായിച്ചില്ല? അപ്പൊ ഞാൻ റെഡിയായിരുന്നു, ആ വാതിലിന്റെ പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു, എപ്പോഴാണ് വിളിക്കുക വിചാരിച്ച്. അപ്പോഴൊക്കെ എനിക്ക് മനസ്സിലായത് അത് അതായത് കസനാണ്, അങ്ങ് ഞാനിത് അറിയരുത് എന്നായിരുന്നു നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നത്. പിന്നെ ഞാനിങ്ങനെ വരാം. അങ്ങനെയാണ് കൃഷ്ണൻ യുധിഷ്ഠിരനോട് പറഞ്ഞത്. അപ്പൊ നമ്മളുടെ പേഴ്സണൽ അജണ്ട പാടില്ല. ഭഗവാനോട് എല്ലാം തുറന്നു പറയണം. ഭഗവാന്റെ ഇച്ഛ എന്താണ് അത് നടക്കണമെന്നുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും നമ്മുടെ ആത്മനിക്ഷേപം, ആത്മസമർപ്പണം ചെയ്യണം എന്നാണ് പറയുന്നത്. ഓക്കെ മാതാജി, ആ ബുക്കില്ലേ, ആ കുലശേഖര ആൾവാരുടെ ബുക്ക്, അത് റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ? എന്താണ്? അതൊരു ദിവസം ഞങ്ങൾക്കായിട്ട് വെച്ചൂടെ? പകലങ്ങനെ ആഴ്ചയിൽ ഒരു ദിവസം ചെയ്യാം. മുകുന്ദമാല സ്തോത്രം അല്ലേ? ആ, മുകുന്ദമാല. ഓക്കെ, ചെയ്യാം. ഒരു ദിവസം ഞാൻ നോക്കി പറയാം. ഓക്കെ, വേറെ എന്തെങ്കിലും ഉള്ളതിന്? ഓക്കെ, നമ്മുടെ റെഗുലർ ശ്ലോകത്തിലേക്ക് പോവാം. അഞ്ചിലേതാണ്? 5-7 അല്ലേ? ഭഗവത്ഗീത ആസ് ഇറ്റ് ഈസ്, അധ്യായം 5, 7-ാമത്തെ ശ്ലോകം. യോഗയുക്തോ വിശുദ്ധാത്മാ വിജിതാത്മാ ജിതേന്ദ്രിയാ സർവഭൂതാത്മഭൂതാത്മാ കുർവൻ അപി ന ലിപ്യതേ. യോഗയുക്തോ വിശുദ്ധാത്മാ വിജിതാത്മാ ജിതേന്ദ്രിയാ സർവഭൂതാത്മഭൂതാത്മാ കുർവൻ അപി ന ലിപ്യതേ. ശ്യാമള മാതാജി. ഹരേ കൃഷ്ണ. യോഗയുക്തോ വിശുദ്ധാത്മാ വിജിതാത്മാ ജിതേന്ദ്രിയഃ സർവഭൂതാത്മഭൂതാത്മാ കുർവന്നപി ന ലിപ്യതേ. സ്മിത മാതാജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതി വാസുദേവായ. യോഗയുക്തോ വിശുദ്ധാത്മാ വിജിതാത്മാ ജിതേന്ദ്രിയഃ സർവഭൂതാത്മഭൂതാത്മാ കുർവന്നപി ന ലിപ്യതേ. ഹരേ കൃഷ്ണ. മംഗള മാതാജി. കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. യോഗയുക്തോ വിശുദ്ധാത്മാ വിജിതാത്മാ ജിതേന്ദ്രിയ സർവഭൂതാത്മഭൂതാത്മാ കുർവന്നപി ന ലിപ്യതേ. ഞാനിപ്പോ വിവർത്തനം കൂടി വായിച്ചോളൂ. വിവർത്തനം ദിവ്യപൂജ്യ ശ്രീമതി ഭക്തിവേദാന്ത സ്വാമി ശീല പ്രഭുപാദ് കി ജയ്. ജയ് ശീല പ്രഭുപാദ്. ഭക്തിപൂർവം പ്രവർത്തിക്കുന്നവനും വിശുദ്ധ ആത്മാവും ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും നിയന്ത്രിക്കുന്നവനുമായ ഒരാൾ എല്ലാവർക്കും പ്രിയങ്കരനാണ്. അദ്ദേഹം എല്ലാവരെയും സ്നേഹിക്കും. പ്രവർത്തിച്ചുകൊണ്ട് ഇരുന്നാലും യാതൊരു കർമ്മവും അദ്ദേഹത്തെ ബന്ധിക്കുകയില്ല. Very good. One who works in devotion, who is a pure soul, and who controls his mind
and senses is dear to everyone, and everyone is dear to him. Though always working, such a man is never entangled. അപ്പൊ ഏതൊരു വ്യക്തിയാണ് ഇവിടെ ബന്ധനത്തില് വരുന്നില്ല, ആ വ്യക്തിയുടെ ഗുണങ്ങള്, സ്വഭാവ ഗുണങ്ങളാണ് പറയുന്നത്. വൺ ഹു വർക്ക്സ് ഇൻ ഡിവോഷൻ, എപ്പോഴും ഭക്തിയോട് കൂടിയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നതാണ്. ഹു ഇസ് എ പ്യുവർ സോൾ. പ്യുവർ സോൾ എന്ന് പറഞ്ഞാൽ 3 ഗുണങ്ങളിൽ നിന്നും മുകളിൽ നിൽക്കുന്ന ആള്. ഗുണങ്ങളെ അദ്ദേഹത്തിന് ബാധിക്കുന്നില്ല. അങ്ങനത്തെ ഒരു വ്യക്തിക്ക് മാത്രമാണ് തൻ്റെ ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും നമ്മളുടെ വശത്തിൽ കൊണ്ടുവരാൻ പറ്റും, അല്ലേ? സത്വഗുണത്തിലോ രജോ ഗുണത്തിലോ തമോ ഗുണത്തിലോ ജീവിക്കുന്ന വ്യക്തിക്ക് പൂർണ്ണമായിട്ടും ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. സത്വഗുണത്തിൽ ഉള്ള ആൾക്കാർക്ക് ഒരു 80, 85, 90% ഒക്കെ ചെയ്യാൻ പറ്റും. പക്ഷേ അപ്പോഴും മുഴുവനായിട്ടില്ല, കംപ്ലീറ്റ് ആയിട്ടില്ല. പ്യുവർ സോൾ എന്ന് പറഞ്ഞാൽ ശുദ്ധ സാത്വിക സ്റ്റേജിലായിരിക്കും. അത് ഈ ഭൗതിക ലോകത്ത് ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് പറ്റുമോ? സാധിക്കുമോ? ഭക്തിയിലുള്ള ആൾക്കാർക്ക് പറ്റും. ഭക്തിയുള്ള ആൾക്കാർക്ക് സാധിക്കും, അല്ലേ? യെസ്. ഭക്തി മാർഗത്തിലൂടെ സഞ്ചരിക്കുന്ന ഏതൊരു വ്യക്തിക്കും, ഭഗവാന്റെ നിർദ്ദേശപ്രകാരം ജീവിക്കുന്ന ഒരു വ്യക്തിക്കും ആ തലത്തിലേക്ക് ഉയരാൻ പറ്റും. അപ്പൊ അങ്ങനെ ഉയരണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഭഗവാൻ ഭഗവത്ഗീത എന്താ പറയുന്നത്? ഉദ്ധരേത് ആത്മനാത്മാനം ന ആത്മാനം അവസാദയേത് ആത്മൈവ ഹി ആത്മനോ ബന്ധുർ ആത്മൈവ രൂപരാത്മനോ, അല്ലെ? ഉദ്ധരേത് ആത്മനാത്മാനം, ഉദ്ധരിക്കണം. എന്തിനെ? ആത്മാവിനെ. എന്തുകൊണ്ട്? ആത്മാവ് കൊണ്ട്. അപ്പൊ നമ്മളുടെ ആത്മാവിനെ ഉദ്ധരിക്കണം. എന്തുകൊണ്ട്? മനസ്സാകുന്ന, അവിടെ ആത്മാവ് എന്ന് പറഞ്ഞാൽ മനസ്സാണ് കേട്ടോ. 7 തവണയാണ് അതിൽ ആത്മാവിന്റെ വാക്ക് വന്നിരിക്കുന്നത്. അപ്പൊ ആത്മാവ് എന്നുള്ള പദം സിറ്റുവേഷൻ അനുസരിച്ച്, കോണ്ടെക്സ്റ്റ് അനുസരിച്ച് അതിന്റെ അർത്ഥം മാറും. ചിലപ്പോൾ അത് ശരീരമാവും, ചിലപ്പോൾ ശരിക്കും സോളായിരിക്കും, ചിലപ്പോൾ മനസ്സായിരിക്കും. ഇവിടെ മനസ്സുകൊണ്ട് നമ്മുടെ ആത്മാവിനെ ഉദ്ധരിക്കണം. അത് ചെയ്തിട്ടില്ലെങ്കിൽ, മനസ്സിനെ നമ്മളുടെ ഇന്ദ്രിയങ്ങളുടെ അടിമയാക്കിയാൽ എന്താണ്? ആ മനസ്സ് നമ്മൾ തന്നെ ശത്രുവാകും. ആ മനസ്സിനെ, ഇന്ദ്രിയങ്ങളെ സംഹരിക്കാൻ, നമ്മളുടെ വശത്ത് കൊണ്ടുവരാൻ വേണ്ടി, നമ്മളെ കീഴ്പ്പെടുത്താൻ ശ്രമിച്ചാൽ, അങ്ങനെ കീഴ്പ്പെടുത്താൻ സാധിച്ചാൽ ആ മനസ്സ് നമ്മളുടെ മിത്രമാവും എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മളെ ഇന്ദ്രിയങ്ങളെ അതിനെ നമ്മളുടെ അധീനത്തിൽ കൊണ്ടുവരെങ്കിൽ എന്ത് ചെയ്യണം? അപ്പോൾ മാത്രമേ അത് മിത്രമാവുള്ളൂ, അല്ലെങ്കിൽ അത് ശത്രുവാകും. ആത്മാനം അവസാദയെ ആത്മൈവഹി ആത്മനോ ബന്ധു. അതായത് മനസ്സാണ് നമ്മുടെ ആത്മാവിന്റെ ബന്ധു, മനസ്സാണ് നമ്മുടെ ആത്മാവിന്റെ ശത്രു. നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു മനസ്സിനെ അതനുസരിച്ചിരിക്കും. ഇപ്പൊ ഇലക്ട്രിസിറ്റി ഫ്രിഡ്ജിലെ തണുപ്പിക്കാനും ഉപയോഗിക്കുന്നു, അതേപോലെ നമ്മുടെ AC റൂമിനെ തണുപ്പിക്കാനും ഉപയോഗിക്കുന്നു, ഹീറ്റർ റൂമിനെ ചൂടാക്കാൻ ഉപയോഗിക്കുന്നു. ഒരേ ഇലക്ട്രിസിറ്റി അല്ലെ, ഒരേ ശക്തി. അപ്പൊ എന്തിനു ഉപയോഗിക്കുന്നു അതനുസരിച്ചിരിക്കും അതിന്റെ പ്രവർത്തനം. അതേപോലെ ഒരേ മനസ്സ്, ആ മനസ്സിനെ നമ്മളുടെ ശത്രുവാക്കാം, ആ മനസ്സിനെ നമ്മളുടെ മിത്രമാക്കാം. അത് എങ്ങനെ ഉപയോഗിക്കുന്നു അതനുസരിച്ചിരിക്കും. അപ്പോ ഹൂ ഇസ് എ പ്യുവർ സോൾ ഹൂ കൺട്രോൾസ് ഹിസ് മൈൻഡ് ആൻഡ് സെൻസസ്. നമ്മളുടെ മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും ചെയ്യണമെന്നുണ്ടെങ്കിൽ മനസ്സിനെ നമ്മൾ ഇണക്കണം, ടേം ചെയ്യണം. എന്ത് പാടും, എന്ത് പാടില്ല, എന്ത് ചെയ്യാൻ പറ്റും, എന്ത് ചെയ്യാൻ പാടില്ല, ഈ കാര്യങ്ങളെല്ലാം ഗുരു സാധു ശാസ്ത്ര അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മനസ്സിലാക്കി അത് പ്രകാരം ജീവിക്കാൻ നോക്കി. അങ്ങനത്തെ ഒരു വ്യക്തിക്ക് എല്ലാവരും ഇഷ്ടപ്പെടും. അങ്ങനത്തെ ഒരു വ്യക്തി, എവരിവൺ ഈസ് ഡിയർ ടു ഹിം. ഓക്കെ, അതുകൊണ്ടാണ് യുധിഷ്ഠിര മഹാരാജാവിനെ അജാതശത്രു എന്നറിയപ്പെടുന്നു. യുധിഷ്ഠിര മഹാരാജാവ് ഒരാളെയും തന്റെ ശത്രുവായി കണ്ടിട്ടില്ല. ഈവൻ ദുര്യോധന അടക്കം ഇത്രയും ദ്രോഹിച്ചിട്ടും ദുര്യോധനയും പോലും ശത്രുവായിട്ട് കാണില്ല. അതായത് ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവാൻ പാടില്ല എന്ന് വിചാരിച്ച്
യുധിഷ്ഠിര മഹാരാജാവ് ദുര്യോധനെ എന്നാണ് സംബോധന ചെയ്യുക? ഉം? സുയോധനൻ. കാരണം ദുര്യോധനൻ എന്നുള്ള നെഗറ്റീവ് കൊണോട്ടേഷൻ ആണ്. സുയോധനൻ പറഞ്ഞ അവിടെ ഇതില്ല, അവിടെ രണ്ടും അതായത് നെഗറ്റീവ് പോസിറ്റീവ് എടുക്കാം. ഏത്? ദുര്യോധനൻ. ഇതിനെ സുയോധനൻ പറഞ്ഞാൽ നെഗറ്റീവ് കൊണോട്ടേഷൻ ഇല്ല, അതില് നല്ലത് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഈവൺ അങ്ങനെയും കൂടിയും ബുദ്ധിമുട്ടിക്കാനോ അല്ലെങ്കിൽ വിഷമിപ്പിക്കാനോ ഒരു വാക്ക് ഉപയോഗിക്കാറില്ല. ദുര്യോധനൻ യുധിഷ്ഠിരനെ ചിലപ്പോൾ ശത്രുവായി കാണാം, അതിപ്പോ യുധിഷ്ഠിര മഹാരാജനൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ അദ്ദേഹത്തിനെ സംബന്ധിച്ചോളം ഒരാളും അദ്ദേഹത്തിന്റെ ശത്രുവല്ല. അതേപോലെ ഇവിടെ അങ്ങനത്തെ ഒരു ഡിവോട്ടിയെ എവ്രിവൺ ഈസ് ഡിയർ ടു ഹിം, ദോ ഓൾവേസ് വർക്കിംഗ് സച്ച് എ മാൻ ഈസ് നെവർ എൻഡെങ്കിൽ. അപ്പൊ ഏത് സമയത്തും അദ്ദേഹം കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. കർമ്മങ്ങൾ ചെയ്താലും അദ്ദേഹത്തിനെ ഇവിടെ ബന്ധിപ്പിക്കുന്നില്ല. കാരണം അദ്ദേഹത്തിന്റെ കർമ്മം മുഴുവനെ എന്താണ്? ഭക്തിത സേവനമാണ്, ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടി ചെയ്യുന്നതാണ്. അത് അകർമ്മ തലത്തിലുള്ള കർമ്മങ്ങളാണ്. One who is on the path of liberation by Krishna consciousness is very dear to every living being, and every living being is dear to him. This is due to his Krishna consciousness. Such a person cannot think of any living being as separate from Krishna, just as the leaves and branches of a tree are not separate from the tree. എങ്ങനെ ഒരു വൃക്ഷത്തിന്റെ ഇലകളും ശാഖകളും ശില്ലകളും പുഷ്പങ്ങളും ഫലങ്ങളും എല്ലാം ആ വൃക്ഷത്തിന്റെ ഭാഗങ്ങളാണ് അല്ലെ, വ്യത്യസ്തമായിട്ടുള്ള ഭാഗങ്ങൾ. നമ്മുടെ കയ്യ്, കാല്, കണ്ണ്, മൂക്ക്, ഇതെല്ലാം നമ്മുടെ ശരീരത്തിന്റെ ഭാഗങ്ങളാണ്. അതേപോലെ എല്ലാ ജീവജാലങ്ങളെയും ഭഗവാൻ കൃഷ്ണന്റെ അംശങ്ങളാണെന്ന് ആ ഭക്തൻ കാണുന്നു അല്ലെ. അതാണ് ഭഗവാൻ പറയുന്നത്, വിദ്യാവിനയ സമ്പന്നെ ബ്രാഹ്മണേ ഗവി ഹസ്തിനി സുനി ചൈവസ്വ പാക്കേച്ച പണ്ഡിത സമദർശനം. സമദർശി, ഈക്വൽ വിഷൻ. ഇയാള് വലുത്, ഇയാള് ചെറുത്, ഓക്കെ, ഇയാള് ബ്രാഹ്മണൻ, ഇയാള് ശൂദ്രൻ, അങ്ങനെയൊന്നുമില്ല. ഇത് ആന, പുലി, നായ, പട്ടി, അങ്ങനെയൊന്നുമില്ല. എല്ലാവർക്കും അവരുടെ കർമ്മം അനുസരിച്ചിട്ട് ഒരു പ്രത്യേക ശരീരം ഈ പ്രകൃതി കൊടുത്തിട്ടുണ്ടെന്ന് മാത്രം. പക്ഷെ അതിന്റെ ഉള്ളിരിക്കുന്നത് സച്ചിദാനന്ദമായിട്ടുള്ള ആത്മാവാണ്. അപ്പൊ അതിനെയാണ് നമ്മുടെ ഒരു ബ്രാഹ്മണൻ, ഒരു പണ്ഡിതൻ കാണുന്നത്. അതിന്റെ ആവരണത്തെ അല്ല നോക്കുന്നത്. ആവരണങ്ങൾ വന്നും പോയിക്കൊണ്ടിരിക്കും, ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പൊ നമുക്ക് മനുഷ്യന്റെ ശരീരമായിരിക്കും, അടുത്ത സമയം ചിലപ്പോൾ ദേവന്മാരായിരിക്കും, പിന്നെ മൃഗങ്ങളുടെ ആയിരിക്കും, പക്ഷികളുടെ ആയിരിക്കും, ഒന്നും പറയാൻ പറ്റില്ല. പക്ഷെ നമ്മൾ കാണേണ്ടത് എല്ലാവരും, എല്ലാ ജീവജാലങ്ങളും ഭഗവാന്റെ അംശങ്ങളാണെന്നുള്ള ആ ബോധത്തോടും നമ്മൾ അവരോട് പെരുമാറണം. നമ്മൾ അവരെ ചൂഷണം ചെയ്യാൻ പാടില്ല. സാധാരണ ഇവിടെ ആരാണോ വീക്ക്, ആരാണോ അതായത് ശക്തി ഇല്ലാത്തത്, അവരെ ചൂഷണം ചെയ്യും. സമൂഹത്തിന്റെ ഇതാണ് അല്ലെ അങ്ങനെ നടക്കുന്നത്. ബലവാൻ ആയിട്ടുള്ള ആൾക്കാരെ, ശക്തിയില്ലാത്ത ആൾക്കാരെ ചൂഷണം ചെയ്യും. പക്ഷെ അങ്ങനെ ചെയ്താൽ എന്താണ്? അവർ കർമ്മബന്ധനത്തില് ഏർപ്പെടേണ്ടി വരും. അവരെ ബന്ധിപ്പിക്കുമ്പോൾ. അപ്പൊ ഇവിടെ പറയുന്നത് അതിന്റെ ഉദാഹരണം ഒരു വൃക്ഷത്തിന് അതിന്റെ പാർട്സ് ആണ്, ഇലകളും മറ്റെല്ലാം ആ വൃക്ഷത്തിന്റെ പാർട്ടാണ്. അതുകൊണ്ട് അതിനെ സെപ്പറേറ്റ് ആയിട്ട് കാണാൻ പാടില്ല. അതുപോലെ എല്ലാ ജീവജാലങ്ങളും ഭഗവാൻ കൃഷ്ണൻ, നമ്മളടക്കം. അപ്പൊ നമ്മൾ അതിനെ വ്യത്യാസം ആയിട്ട് കാണാൻ പാടില്ല. ആ തലത്തിലേക്ക് നമ്മൾ ഉയരണം. He knows very well that by pouring water on the root of the tree, the water will be distributed to all the leaves and branches, or by supplying food to the stomach, energy is automatically distributed throughout the body. അപ്പോൾ ഭാഗവതത്തിലെ പ്രധാനപ്പെട്ട ഒരു ശ്ലോകമാണ്. അതായത് വൃക്ഷത്തിന്റെ വേരിൽ വെള്ളമൊഴിച്ചാൽ അതിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും അതിന്റെ പുഷ്ടി അത് വിതരണം ചെയ്യുന്നു അല്ലെ, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. അതേപോലെ നമ്മളുടെ വയറിലേക്ക് നമ്മൾ ഭക്ഷണം കൊടുത്താൽ നമ്മളുടെ എല്ലാ അവയവങ്ങളും, എല്ലാ അംഗങ്ങളും, നമ്മുടെ ബോഡി ലിംസ് പുഷ്ടിപ്പെടുന്നു അല്ലെ. യഥാ തരോർ മൂല നിശേചനേന തൃപ്യന്തി അല്ലെ, ആ ശ്ലോകം ഓർമ്മയുടെ ആർക്കെങ്കിലും? യഥാ തരോർ മൂല നിശേ, തരോ എന്ന് പറഞ്ഞാൽ വേര്, വൃക്ഷം, മൂല എന്ന് പറഞ്ഞാൽ വേര്. അപ്പൊ അതിൽ ആര് വെള്ളം ഒഴിക്കുന്നുവോ, നമ്മൾ ഓരോ ഇലകളിലും ഓരോ ചില്ലകളിലും ഓരോ ശാഖകളിലും അല്ലെങ്കിൽ പുഷ്പങ്ങളിലും വെള്ളമൊഴിച്ചാൽ എത്ര നേരം എടുക്കും ഒരു വൃക്ഷത്തിന് വെള്ളമൊഴിക്കാൻ? എന്തിനാ അത്ര ബുദ്ധിമുട്ടുന്നത്? നേരെ വേരിലൊഴിച്ചാൽ അത് അതിന്റെ കാര്യം ചെയ്തോളും. വേര് എടുത്തിട്ട് സപ്ലൈ ചെയ്തോളും.
ആർക്കൊക്കെ എത്ര വേണ്ടെന്നുള്ള അനുസരിച്ചിട്ട് അല്ലേ. നമ്മൾ ഒരു ആൽമരത്തിന് വെള്ളം ഒഴിക്കാന്ന് പറഞ്ഞാൽ ഒരു ദിവസം എടുത്താലും നമുക്ക് വെള്ളം ഒഴിക്കാൻ പറ്റുമോ? എല്ലാ ഇലയിലും എല്ലാ ബ്രാഞ്ചസിലും പറ്റില്ല. അപ്പൊ അതിനുള്ള ഈസി എന്താണ്? അതിന്റെ മൂലം, അതായത് പേരിൽ വെള്ളം ഒഴിക്കുക. അതേപോലെ ഭഗവാൻ കൃഷ്ണനെ നമ്മൾ പ്രീതിപ്പെടുത്തുകയാണെങ്കിൽ എല്ലാവരും പ്രീതിപ്പെടുത്തും. ഭഗവാൻ കൃഷ്ണനെ പ്രീതിപ്പെടുത്തണമെങ്കിൽ ഭഗവാന്റെ നിർദ്ദേശപ്രകാരം നമ്മൾ ജീവിക്കണം മാത്രം. വിംസിക്കൽ നമ്മൾ ജീവിക്കാൻ പാടില്ല. നമ്മളുടെ അതായത് മനസ്സെന്താ പറയുന്നത് അത് വേദവാക്യം നല്ല പറയുന്നു. ചില ആൾക്കാർ പറയും എന്റെ മനസ്സ് പറഞ്ഞ് ഞാൻ ചെയ്യും. കേട്ടിട്ടില്ല അങ്ങനെ? എന്റെ മനസ്സ് പറയുന്നത് ചെയ്യും. അത് ശരിയാണോ? അങ്ങനെ മനസ്സ് എന്താണ് പറയുന്നത്? നല്ലത് പറയോ ചീത്ത പറയോ? എന്താണ് നമ്മുടെ മനസ്സ് പറയുന്നത്? നമുക്കറിയില്ല. അപ്പൊ അതിനെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യാൻ പാടില്ല. നമ്മൾ എന്താണ്? ഗുരു സാധു ശാസ്ത്ര, ഗുരു സാധു ശാസ്ത്രം ഡിപ്പെൻഡ് ചെയ്യാൻ പാടുള്ളൂ. നമ്മുടെ മനസ്സ് ഫ്ലിക്കറിങ് ആണ്, റെസ്റ്റ്ലെസ് ആണ്, ശരിക്കും നല്ല നല്ല നിർദ്ദേശങ്ങൾ തരില്ല. എന്താണ് ശാസ്ത്രം പറയുന്നത് അതിന്റെ വിപരീതമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ മനസ്സ് ചിലപ്പോൾ നമ്മൾ നിർദ്ദേശിക്കുക. ഓക്കെ, മദ്യം കഴിക്കാൻ പാടില്ല. മനസ്സ് പറയാ ഒന്നും കുഴപ്പമൊന്നുമില്ല, ഒരു പ്രാവശ്യം മദ്യം കഴിച്ചുകൊണ്ടൊന്നും സംഭവിക്കാൻ പോകില്ല. മനസ്സ് പറയാണ്. അപ്പൊ അങ്ങനെ ആ വ്യക്തി പോയിട്ട് മദ്യം കഴിക്കാൻ പോകുന്നു. ശരിയാണോ? അല്ല. കുട്ടികളോട് പറയും സിഗരറ്റ് വലിക്കാൻ പാടില്ല, അച്ഛനും അമ്മയും പറഞ്ഞു കൊടുക്കും. അങ്ങനത്തെ ദുഷിച്ച ഒരു പ്രവൃത്തി ചെയ്യാൻ പാടില്ല, തെറ്റായിട്ടുള്ള ഒരു കാര്യം ചെയ്യാൻ പാടില്ല. പക്ഷെ കോളേജിലൊക്കെ പോയ സമയത്ത് പിയർ പ്രഷർ കാരണം, തൻ്റെ കൂട്ടുകാരന്മാരെ നിർബന്ധിക്കുന്ന കാരണം അവർ ചിലപ്പോൾ അതിനെ വഴങ്ങി കൊടുക്കേണ്ടി വരും. കൂട്ടുകാരൻ ഒരു സിഗരറ്റ് വലിച്ചാൽ തന്നെ അച്ഛനും ഇല്ല അമ്മയില്ല, ഇവിടെ ആരുമില്ല, ആരെ കാണുമ്പോൾ ഒന്ന് ഒന്നും സംഭവിക്കാൻ പോകില്ല, ഒന്ന് വലിച്ചോ. അങ്ങനെ പ്രഷറിന് വഴങ്ങിയിട്ട് ഒരു ദിവസം, പിന്നെ രണ്ടാമത്തെ ദിവസം അങ്ങനെ അഡിക്ഷൻ ആവും. അപ്പോൾ മനസ്സ് പറയുന്നല്ല കേൾക്കേണ്ടത്. എന്താണ് ശരി, വിധി എന്താണ്, ശാസ്ത്രം എന്താണ് പറയുന്നത്, ഗുരു എന്താണ് പറയുന്നത്, നമ്മളുടെ ആത്മീയ ജീവിതത്തിന് എന്താണ് നല്ലത്, അതേ നമ്മൾ ചെയ്യാൻ പാടുള്ളൂ. So because one who works in Krishna consciousness is servant to all, is very dear to everyone. എല്ലാവർക്കും പ്രിയപ്പെട്ടവനാവും. And because everyone is satisfied by his work, he is pure in consciousness. Because he is pure in consciousness, his mind is completely controlled. എന്താണ് എൻ്റെത്? നമ്മളുടെ കോൺഷ്യസ്നെസ്, അവബോധം ക്ലിയർ ആയാൽ മനസ്സ് ക്ലിയർ ആയി, നമ്മുടെ തോട്ട്സ് ക്ലിയർ ആയി, നമ്മളുടെ ആക്ടിവിറ്റീസ് ക്ലിയർ ആയി. അല്ല, ഒരു ചെയിനാണത്. മനസ്സാണ് അതിൻ്റെ സെൻട്രൽ പിവട്ട്, സെൻട്രൽ ഫിഗർ. അതിനെ നമുക്ക് ശരിക്കും നയിക്കാൻ പറ്റുമെങ്കിൽ, അതിനെ നമുക്ക് ശരിക്കും ചാനലൈസ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഗുരു സാധു ശാസ്ത്ര അവിടെയാണ് പിടിക്കേണ്ടത്. അവിടെ പിടിച്ചാൽ നമ്മുടെ കോൺഷ്യസ്നെസ് അത് ക്ലിയർ ആയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ തോട്ട്സ് ആ തലത്തിലേക്ക് പോകുന്നു. അല്ലേ? തോട്ട്സ് എന്താണോ അതായിരിക്കും നമ്മുടെ ആക്ഷൻ. ആദ്യം നമ്മളുടെ ആക്ഷൻ അല്ല, ഈ ആക്ഷൻ എല്ലാം എങ്ങനെ ഫ്രെയിം, മനസ്സിലാണ് ഇതൊക്കെ ഫ്രെയിം ചെയ്യുന്നത്. നമ്മളൊരു കാര്യം ചെയ്യണമെങ്കിൽ, നമ്മളിപ്പോ എന്തെങ്കിലും സംസാരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലൊരു ഫ്രെയിം ഉണ്ടാക്കും. ഇന്ന പ്രകാരം പറയണം, ഇന്നത് ആദ്യം പറയണം, പിന്നീട് പറയണത്, അല്ലെ? മനസ്സിലൊരു ഫ്രെയിം ഉണ്ടാക്കും. എന്നിട്ടാണ് അത് ആക്ഷനിലേക്ക് കൊണ്ടുവരുള്ളൂ. അപ്പൊ അതാണ് ഇവിടെ പറയുന്നത്. Because everyone is satisfied by his work, he is pure in consciousness. Because he is pure in consciousness, his mind is completely controlled. Because his mind is controlled, his senses are also controlled. Because his mind is always fixed on Krishna, there is no chance of being deviated from Krishna. അതെല്ലാം ഒന്നിന് പിന്നാലെ ഇന്റർറിലേറ്റഡ് ആണ്, ഇന്റർകണക്റ്റഡ് ആണ്. Nor is there a chance that he will engage his senses in matters other than the service of God. അപ്പോൾ അങ്ങനെ ആ ഒരു നമ്മുടെ അവബോധം പ്യുവറായി കഴിഞ്ഞാൽ പിന്നെ നമ്മളെ തെറ്റായിട്ടുള്ള വഴിയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു കാര്യങ്ങളും നമ്മൾ ഏർപ്പെടില്ല. കാരണം പൂർണ്ണമായിട്ടും ഭഗവാനിൽ നമ്മൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. Nor is there a chance that he will engage his senses in matters other than the service of the Lord. He does not like to hear anything except topics relating to Krishna. അപ്പോൾ ഒരു ഭക്തനായി കഴിഞ്ഞാൽ പിന്നെ ഭൗതിക കാര്യങ്ങളിലത്തെ ആ താൽക്കാലികമായിട്ട് നമുക്ക് ഇന്ദ്രിയങ്ങൾക്ക് സുഖം തരുന്ന ഒരു കാര്യത്തിൽ നമുക്ക് രുചി ഉണ്ടാവില്ല. നമുക്ക് പരമസത്യം കിട്ടിക്കഴിഞ്ഞു, ആ പരമ ആനന്ദം കൂടെ കിട്ടിക്കഴിഞ്ഞു. പിന്നെ താൽക്കാലികമായിട്ടുള്ള സുഖത്തിന്റെ പിന്നാലെ ആരാ പോവുക? ആരും പോവില്ല. സോ
Therefore, his senses are controlled. A man of controlled senses cannot be offensive to anyone. ഒരാള് അപരാധം ഒരാൾക്കും തെറ്റായിട്ടുള്ള ഒന്നും വിചാരിക്കില്ല, പ്രവർത്തിക്കില്ല, ഒരാളെ കുറ്റപ്പെടുത്തൂല, നിന്ദിക്കില്ല. One may ask, why then was Arjuna offensive in battle to others? അപ്പൊ ചിലപ്പോ ഒരു മിനിറ്റ് കേട്ടോ. ദബോ വെരി ഗുഡ്. ഇലക്ട്രിസിറ്റി ഒന്നും വന്നു പോയതാ. സോ വൈ ദെൻ വാസ് അർജുന ഒഫെൻസീവ്? എന്തുകൊണ്ടാണ് അർജുനൻ യുദ്ധകളത്തില് വളരെ ഒഫെൻസീവ് ആയിട്ട് ഫൈറ്റ് ചെയ്തത് ചോദിക്കും ആൾക്കാർ ചോദിക്കും. വാസിന്റ് ഇൻ കൃഷ്ണ കോൺഷ്യസ്നസ്? Arjuna was only superficially offensive because, as has already been explained in the second chapter, all the assembled persons on the battlefield would continue to live individually as the soul cannot be slain. ഭഗവാൻ നിർദ്ദേശപ്രകാരം ഈ യുദ്ധകളത്തിൽ എല്ലാവരും അവരുടെ ശരീരം മാത്രമേ നശിപ്പിക്കാൻ പറ്റൂ അർജുനന്. അതും ഭഗവാന്റെ ഇച്ഛയോടുകൂടിയാണ്. ഭഗവാന്റെ ദേഷ്യം അർജുനന്റെ ദേഷ്യം തീർക്കാൻ വേണ്ടിയിട്ടുള്ള യുദ്ധം. ഭഗവാന്റെ ഇൻസ്ട്രക്ഷൻ പ്രകാരം, ഭഗവാന്റെ ഇച്ഛ പ്രകാരമാണ് അർജുനൻ യുദ്ധം ചെയ്തത്, തന്റെ ഇന്ദ്രിയതൃപ്തിക്ക് വേണ്ടിയിട്ടില്ല. അതുകൊണ്ട് അർജുനൻ ഒഫെൻസീവ് അല്ല. പിന്നെ അത് മാത്രമല്ല, ശരീരം മാത്രം നശിക്കുന്നു. അതുകൊണ്ട് നമുക്ക് അധികാരമുണ്ടോ ഏതെങ്കിലും ഒരാളുടെ ശരീരത്തെ നശിപ്പിക്കാൻ? ഇല്ല. പക്ഷെ ഇവിടെ അതോറിറ്റിയാണ് പറയുന്നത്. ഭഗവാൻ അതോറിറ്റിയാണ്. എപ്പോഴും നമ്മൾ പറയുന്ന പോലെ ഒരു യുദ്ധം ഉണ്ടായാൽ അപ്പൊ യുദ്ധം നയിക്കുന്ന ഒരു സുപ്രീം കമാൻഡർ ഉണ്ടായിരിക്കും, കമാൻഡർ ഇൻ ചീഫ്. അദ്ദേഹം തന്റെ സൈനികരോട് പറയും പോയിട്ട് യുദ്ധം ചെയ്യാൻ, ആൾക്കാരെ വധിക്കാൻ. അപ്പൊ അതിന്റെ ഉത്തരവാദിത്വം ആർക്കാണ്? കമാൻഡർ ഇൻ ചീഫ്. അത് ചെയ്യുന്ന ആൾക്കാരല്ല. കാരണം വെച്ചാൽ അതൊരു ഹയർ അതോറിറ്റിയാണ് ഇവിടെ നിർദ്ദേശം കൊടുക്കുന്നത്. ഇവിടെ അതേപോലെ ദ ഹയസ്റ്റ് അതോറിറ്റിയാണ് ഇവിടെ അർജുനന് നിർദ്ദേശം. ഹയറും കൂടിയില്ല, ഹയസ്റ്റ്, ടോപ്പ് മോസ്റ്റ്. അതിന് മീതെ വരാനില്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞാൽ പിന്നെ അതിന് പിന്നെ വേറെ യാതൊന്നുമില്ല. ജസ്റ്റ് അക്സെപ്റ്റ് ഇറ്റ്. അതിന്റെ വരുമരായ ആര് നോക്കും? ഭഗവാൻ നോക്കിക്കൊള്ളും. സോ സ്പിരിച്വലി നോ വൺ വാസ് കിൽഡ് ഓൺ ദ ബാറ്റിൽ ഫീൽഡ് ഓഫ് കുരുക്ഷേത്ര. സ്പിരിച്വലി സ്പീക്കിംഗ്, ആത്മാവിനെ കൊല്ലാൻ പറ്റില്ല. അതുകൊണ്ട് ആരും യുദ്ധകളത്തിൽ മരിച്ചിട്ടില്ല. അവരുടെ ശരീരം മാത്രം നശിച്ചു. ആ ശരീരം നശിച്ചാൽ പിന്നെ അവര് ആ ക്രൂരകൃത്യങ്ങൾ ചെയ്യില്ല. അതാണ് എന്റെ കാരണം. ഓൺലി ദർ ഡ്രസ്സസ് വെർ ചേഞ്ച് ബൈ ദ ഓർഡർ ഓഫ് കൃഷ്ണ. ഭഗവാൻ നിർദ്ദേശപ്രകാരം അവരുടെ ആ ആവരണം, ആ വസ്ത്രം മാറിയെന്ന് മാത്രമേ. Therefore, Arjuna, while fighting on the battlefield of Kurukshetra, was not really fighting at all. He was simply carrying out the orders of Krishna in full Krishna consciousness. Such a person is never entangled in the reactions. അപ്പൊ ഭഗവാന്റെ നിർദ്ദേശം അവിടെ പരിപാലിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. എന്താണോ അർജുനൻ ചെയ്തത്, ഭഗവാൻ എന്താണ് നിർദ്ദേശിച്ചത് അതനുസരിച്ച് പ്രവർത്തിക്കുക, അത്രേ ഉള്ളൂ. അവിടെ ഒരിക്കലും അർജുനന്റെ അജണ്ട അല്ലായിരുന്നു അവിടെ നടപ്പിലാക്കിയത്. അതുകൊണ്ട് അർജുനൻ ഒരു കർമ്മബന്ധനത്തിലും ഇൻവോൾവ് ആയിട്ടില്ല. ഒരു ബന്ധനത്തിലും അർജുനൻ അവിടെ ഇടപെടേണ്ടി വരുന്നില്ല. അർജുനൻ വാസ് ഫ്രീ. അദ്ദേഹത്തിന് ഇവിടെ ബന്ധിക്കപ്പെടുന്നില്ല, ഒരു കർമ്മം അദ്ദേഹം ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്. ഹരേ കൃഷ്ണ. എന്തെങ്കിലും? ഹരേ കൃഷ്ണ. പറയും. അപ്പൊ ഇതിൽ പറയുന്നത് കർമ്മം ഭഗവാന് വേണ്ടി ചെയ്യാന്ന് പറയുമ്പോ അതും ഭക്തിയോഗം തന്നെയല്ലേ പറയുന്നത്? അതെ. ഭഗവാന്റെ പൂർണ്ണ സംതൃപ്തിക്ക് വേണ്ടിയിട്ട്, പ്രീതിക്ക് വേണ്ടി ചെയ്യുന്നതെല്ലാം അതിന്റെ യാതൊരു കർമ്മഫലം നമുക്ക് എടുക്കേണ്ടി വരില്ല.
നല്ലതായാലും ചീത്തയായാലും ചെയ്യും. പുണ്യകർമ്മം പാപകർമ്മം 2 തരത്തിലുള്ള കർമ്മമുണ്ട് അല്ലേ? അതിൽ പുണ്യം കിട്ടില്ല, പാപം കിട്ടില്ല. ആ കർമ്മം അതിൽ നമുക്ക് കിട്ടുന്ന സ്പിരിച്വൽ ക്രെഡിറ്റ്സ് ആണ്. സാധാരണ പയസ് ക്രെഡിറ്റ് അല്ല. പയസ് ക്രെഡിറ്റും സ്പിരിച്വൽ ക്രെഡിറ്റും വ്യത്യാസമുണ്ട്. എന്താണ് വ്യത്യാസം? പയസ് ക്രെഡിറ്റിന് അതിന്റെ ഫലം നമ്മൾ അനുഭവിക്കണം, നല്ലത്. സ്പിരിച്വൽ ക്രെഡിറ്റിന് ഭൗതിക ലോകത്തില് നമ്മളെ ബന്ധിപ്പിക്കില്ല. അത് നമ്മുടെ സ്പിരിച്വൽ അക്കൗണ്ടിൽ പോവും. ഭഗവാനോട് കൂടുതൽ കൂടുതൽ അടുക്കാനുള്ള ഒരു അവസരം കിട്ടും. ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടി നമ്മൾ കർമ്മം ചെയ്യും. പിന്നെ പ്രഭുജി പറഞ്ഞില്ലേ ഇങ്ങനെ ബുദ്ധിയുടെയും മനസ്സിന്റെയും കാര്യം പറഞ്ഞല്ലോ. അപ്പൊ അതിലിങ്ങനെ പറഞ്ഞല്ലോ പ്രഭുജി, ബുദ്ധി മനസ്സിന് അനുസരിച്ചിട്ടാണ് ഇപ്പൊ നമ്മള് പ്രവർത്തിക്കുന്നത് എന്നുള്ളത്. അപ്പൊ നമ്മൾ ചാൻഡ് ചെയ്യുമ്പോ നമ്മളുടെ മനസ്സ് ക്ലീൻ ആയിട്ടല്ലേ ബുദ്ധി ശരിയാവുന്നത്? ഹൈറാർക്കിലി ഡൾ മാറ്റർ പഞ്ചധാതു, ഓക്കെ, അതായത് എർത്ത്, വാട്ടർ, എയർ, ഫയർ, ഈതർ, ഭൂമി, ആപ്പോ, അനലോ, വായു, ഖം, ഇതാണ് താഴെ ഏറ്റവും ലോവസ്റ്റ്. ഓക്കെ, അതിന് മീതാണ് സെൻസസ് ഇന്ദ്രിയങ്ങൾ, അതിന് മീതാണ് മൈൻഡ്, മനസ്സ്, 6ാമത്തെ ഇന്ദ്രിയം, 6th ഇന്ദ്രിയ എന്ന് പറയും. അതിന് മീതാണ് ബുദ്ധി. ബുദ്ധി എന്താ ചെയ്യുക? അത് ഡിസ്ക്രിമിനേറ്റ് ചെയ്യുക ചെയ്യുന്നത്, വിവേചനം, ശരി തെറ്റ് എന്ന കാര്യങ്ങൾ അനലൈസ് ചെയ്യണം. ഒരു കാര്യം മനസ്സുകൊണ്ട് നമുക്ക് ആഗ്രഹം വരുന്നു, അത് ചെയ്യാൻ ഉടനെ എടുത്തു ചാടുന്നു മനസ്സ്. നമ്മൾ ഒരാള് നമ്മൾ ചീത്ത പറയണം, ഉടനെ മനസ്സ് എന്താ ചെയ്യാ? ഒന്ന് തന്നാൽ 2 കൊടുക്കുക അങ്ങോട്ട്. മനസ്സ് ഇമ്മീഡിയറ്റ് റിഫ്ലെക്സ് ആക്ഷൻ ആണ്. പക്ഷെ ബുദ്ധി എന്താ ചെയ്യുന്നത്? വെയിറ്റ്, ഹാവ് പേഷ്യൻസ്, ക്ഷമിക്കുക, വെറുതെ അനാവശ്യമായിട്ട് പ്രശ്നം ഉണ്ടാക്കണ്ട, അത് കുറച്ചൊന്ന് സഹിച്ചോ, അവിടുന്ന് സ്ഥലം വിട്ടോ, അയാൾ പറഞ്ഞോട്ടെ, അത് അയാളുടെ അറിവില്ലായ്മ. നമ്മൾ എന്തിനാ അതിന് വെറുതെ അൺനെസറി പ്രശ്നം ഉണ്ടാക്കുന്നത്? നമ്മൾ സ്ഥലം വിട്ടു പോവാം, ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട. ബുദ്ധി നമ്മളെ മനസ്സിനെ ഇൻസ്ട്രക്ട് ചെയ്യുകയാണെങ്കിൽ എന്താണ്? നമ്മൾ രക്ഷപ്പെട്ടു. ബുദ്ധി ഉറങ്ങിക്കിടക്കുകയാണ് വെച്ചാൽ മനസ്സ് ടേക്ക് ഓവർ ചെയ്യും. ഞാൻ എപ്പോഴും ഒരു ഉദാഹരണം പറയുന്നത്, ബുദ്ധി, മനസ്സ്, ഇന്ദ്രിയങ്ങള്, ഞാൻ എൻ്റെ ഒരു സ്വന്തം ഉദാഹരണം കേട്ടോ. മനസ്സ് അമ്മയാണെങ്കിൽ ബുദ്ധി അച്ഛൻ, മക്കള് ഇന്ദ്രിയങ്ങള്. മനസ്സ്, അതായത് അമ്മ എമോഷണൽ ആണ്, അവര് എമോഷണലായിട്ട് ചിന്തിക്കുക. അച്ഛൻ ബുദ്ധി, അത് ലോജിക്കലി ആയിട്ട് ചിന്തിക്കുക, റീസണിങ്. അത് ശരിയാണോ തെറ്റാണോ, അങ്ങനെ എന്താവുക, ഇങ്ങനെ എന്താവുക, വിശകലനം ചെയ്യും, നല്ലതും ചീത്തയും എല്ലാം മനസ്സിലാക്കും. പക്ഷെ അമ്മ എന്ന് പറയുന്ന ആ മനസ്സ് എമോഷണലി ചിന്തിക്കും, അവിടെ അനലൈസ് ചെയ്യില്ല, ബുദ്ധി ഉപയോഗിക്കില്ല. കാരണം ഇമ്മീഡിയറ്റ് ആണ്. എൻ്റെ മകന് ഒന്നും വരാൻ പാടില്ല, എൻ്റെ മകൾക്കൊന്നും വരാൻ പാടില്ല, എങ്ങനെയെങ്കിലും സംരക്ഷിക്കണം. അതിൽ മറ്റുള്ള ആ ഒരു സിറ്റുവേഷൻ നോക്കാണ്ട് ഉടനെ അതിനെ റിയാക്ട് ചെയ്യും. പക്ഷെ അച്ഛൻ അങ്ങനെയല്ല. ഇന്ദ്രിയങ്ങൾ എന്നാണ്, കുട്ടികൾ എന്നാണ് ഇന്ദ്രിയങ്ങളെ പോലെയാണ്. എനിക്ക് അതും വേണം, എനിക്ക് ഇതും വേണം, അവിടെയും വേണം, ഇവിടെയും വേണം, എല്ലാം വേണം, എല്ലാം വാരി പിടിക്കണം. അപ്പൊ എല്ലാ ആഗ്രഹങ്ങളും അച്ഛനോട് പറഞ്ഞാൽ കേൾക്കില്ല. അപ്പൊ എന്ത് പറയും? അമ്മയുടെ അടുത്ത് പോകും. ഈസി അല്ലേ? അമ്മയെ പോക്കറ്റിലാക്കാൻ ഈസിയാണ്. ഒരു നാടകം കളിച്ചു കഴിഞ്ഞാൽ കുട്ടികളുടെ ആ ഒരു കുസൃതിയും കാര്യങ്ങളുടെ ഒരു മമത, ഒരു സ്നേഹം പ്രകടിച്ച അമ്മ പോക്കറ്റിൽ വീഴും. അച്ഛൻ അങ്ങനെ പെട്ടെന്ന് പോക്കറ്റിൽ വീഴില്ല, കാരണം ബുദ്ധിയാണ്. അപ്പോ അച്ഛനെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് അമ്മയെ പ്രീതിപ്പെടുത്തുക. അതാ നമ്മളുടെ ഗൗഡീയ വൈഷ്ണവ സമ്പ്രദായത്തിൽ നമ്മൾ ചെയ്യുന്ന കൃഷ്ണനെ കിട്ടാൻ വേണ്ടി രാധാറാണിയെ പ്രീതിപ്പെടുത്തുക. ഭക്തിസിദ്ധാന്ത സരസ്വതി ഗോസ്വാമി മഹാരാജ് പറഞ്ഞത് എന്താണ്? രാധ, നമ്മുടെ അതേ ഗൗഡീയ വൈഷ്ണവം എന്ന് പറഞ്ഞാൽ വിഷ്ണുവിനെ ഭജിക്കുന്നവര് ആരാണ്? വൈഷ്ണവന്മാര്. കൃഷ്ണനെ ഭജിക്കുന്നവര് കാർഷ്ണാസ്. ഗൗഡീയ വൈഷ്ണവന്മാര് രാധാറാണിയെ ഭജിക്കുന്ന ആൾക്കാരാണ്. ആ മെയിന്. പക്ഷെ നമുക്ക് അതിനുള്ള യോഗ്യത ഇല്ലാത്തതുകൊണ്ട് ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ എന്നുള്ളത് രാധാറാണിയാണ്, നമ്മുടെ സുപ്രീം മദർ. ആ സുപ്രീം മദറിനോട് റിക്വസ്റ്റ് ചെയ്യാണ് ഭഗവാന്റെ സേവനത്തിൽ നമ്മളെ നിയുക്തമാക്കാൻ വേണ്ടിയിട്ട്. കാരണം അമ്മ പറഞ്ഞാൽ അച്ഛൻ കേൾക്കാതിരിക്കുക. അത് എസ്പെഷ്യലി രാധാറാണി ഭഗവാനോട് റെക്കമെൻഡ് ചെയ്താൽ ഭഗവാൻ അതിനെ തിരസ്കരിക്കില്ല.
അപ്പൊ നമ്മൾ ബാക്ക് ഡോർ കൂടെ പ്രഭുപാദ നമ്മൾ പറയുന്നത് കലികാലത്തെ ഒരാളും പെർഫെക്റ്റ് അല്ല. പക്ഷെ എൻ്റെ ഡിസൈപ്പിൾസിനെ, എന്നെ ഫോളോ ചെയ്യുന്ന ആൾക്കാരെ, എന്നെ ശരണം പ്രാപിച്ച ആൾക്കാരെ ഞാൻ ബാക്ക് ഡോർ കൂടെ കൊണ്ടുപോകും. കാരണം വെച്ചാൽ ഫ്രണ്ട് ഡോർ കൂടെ എൻട്രി ആർക്കും കിട്ടില്ല. അതിനുള്ള യോഗ്യത നമുക്ക് കലികാലത്തിൽ ബുദ്ധിമുട്ടാണ്. അപ്പൊ ഡോണ്ട് വരി, നിങ്ങൾ ഇത്രയും കാര്യം ചെയ്താൽ മതി. 16 മാല സിൻസിയർലി ചെയ്യുക, 4 പ്രിൻസിപ്പിൾസ് നിയമങ്ങൾ പാലിക്കുക, സിമ്പിൾ ലിവിങ് ചെയ്യുക. ഇത്രയും ചെയ്താൽ ഞാൻ നിങ്ങളെ ബാക്ക് ഡോർ കൂടെ കൊണ്ടുവന്ന് പറഞ്ഞു. കാരണം വെച്ചാൽ പ്രഭുവാക്ക് അതിന്റെ കീ ഉണ്ട്, ബാക്ക് ഡോർ കൂടെ. അതുകൊണ്ടാണ് അതാണ് ബുദ്ധി, മനസ്സ്, ഇന്ദ്രിയങ്ങള്. ബുദ്ധി അച്ഛൻ, മനസ്സ് അമ്മ. ചഞ്ചലമാണ്, മനസ്സ് ചഞ്ചലമാണ്. അതേപോലെ സ്ത്രീകളും പൊതുവെ എന്താണ്, ചഞ്ചലമാണ്. എന്താണ് ചെയ്യേണ്ടത്, എന്താണ് ചെയ്യാനില്ല, ഒരു ഫേം, ഒരു കോൺക്രീറ്റ് ആയിട്ടുള്ള ഒരു തീരുമാനം പറയില്ല. അപ്പൊ നമ്മളിപ്പോ ചോദിക്കുകയാണ്, എന്താണ് അഭിപ്രായം, ഇത് ചെയ്യാട്ടെ ചേട്ടെ, ഏതായാലും കുഴപ്പമില്ല. അപ്പൊ നമ്മൾ എന്തെങ്കിലും ഒന്ന് പറയൂ, ഇത് ചെയ്യണോ അത് ചെയ്യണം, അത് ഏതായാലും കുഴപ്പമില്ല. അവരൊരു വേവറിങ് മൈൻഡാണ്, ഒരു ഫിക്സ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല സ്ത്രീകൾ സാധാരണ. മറ്റേ ആണുങ്ങളെങ്ങനല്ല, കുഴപ്പമില്ല, ഇതാണ് ബെറ്റർ, ഇത് ചെയ്തോളൂ. ഞാൻ എൻ്റെ ഒരു അനലിറ്റിക്കൽ സ്റ്റഡി കാരണം നോക്കിയപ്പോൾ എനിക്ക് ഇതാണ് ബെറ്റർ, സോ യു ഡു ഇറ്റ്. അല്ലേ? കുട്ടികൾ ആകെ കൺഫ്യൂഷനൊക്കെ ഉള്ളൂ. അവർക്ക് എല്ലാം വേണം. അവർക്ക് സൈക്കിളും വേണം, പന്തും വേണം, ബലൂണും വേണം, അതും വേണം, എല്ലാം കൂടി വേണം. ഒരു കളിക്കോപ്പിന്റെ ഒരു കടയിലെ ഒരു ചെറിയൊരു 4-5 വയസ്സായുള്ള കുട്ടിയെ കൊണ്ടുപോയി എല്ലാം മാറി പിടിക്കും. എല്ലാം എടുക്കാൻ നോക്കില്ലേ? അതേപോലെയാണ്. അപ്പൊ ഇന്ദ്രിയങ്ങൾ അങ്ങനെയാണ്. ഇന്ദ്രിയങ്ങൾക്ക് എല്ലാം ആസ്വദിക്കണം. ചെവിക്ക്, മൂക്കിന്, കണ്ണിന്, നാവിന്, ത്വക്കിന് എല്ലാ തരത്തിലുള്ള ആസ്വാദനമാണ്. അപ്പൊ അതിന്റെ സെൻട്രൽ പോയിന്റ് എന്ന് പറഞ്ഞാൽ മനസ്സാണ്. അപ്പൊ മനസ്സാണ് ആക്ച്വലി ഇതിനെല്ലാം നിയന്ത്രിക്കുന്ന ആൾക്കാർ. മനസ്സിനെ നമ്മൾ ട്രെയിൻ ചെയ്താൽ, നേരത്തെ പറഞ്ഞ പോലെ ഉദ്ധരിക്കാൻ ശ്രമിച്ചാൽ, അത് മനസ്സ് അതിന്റെ ആ വേണ്ട വിധത്തിലുള്ള കാര്യങ്ങൾ ചെയ്താൽ രക്ഷപ്പെട്ടു. ഓക്കെ മാതാജി. അപ്പൊ ഹൈറാർക്കി നോക്കുമ്പോ ഇന്റലിജൻസ് ആണ് മുകളിൽ. എങ്കിലും കൂടി അതിന്റെ മെയിൻ ആയിട്ടുള്ള ഫങ്ഷൻ ചെയ്യുന്നത് മനസ്സാണ്. ഓക്കെയാണ് മാജി? അപ്പൊ പിന്നെ മനസ്സിനെ ട്രെയിൻ ചെയ്യാന്ന് പറയുന്നത് നമ്മള് ഈ മന്ത്രം മന ഇതി ത്രായതേ മന്ത്ര. മനസ്സിനെ ടൈം ചെയ്യണമെങ്കിൽ മന്ത്ര. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ. നമുക്ക് ഒറ്റ മൂല്യമുള്ളൂ എന്തിനും. നമ്മളുടെ ഇതില് ചാൻഡിങ് ഒറ്റ മൂല്യതാണ്. കേൾക്കാൻ വേണ്ടിട്ടാ ചോദിക്കുന്നത്. നല്ലതാണ് ചോദിക്കുന്നത്, നല്ലതാണ്. ഓക്കെ. അപ്പൊ മനസ്സിനെ നിയന്ത്രിക്കണമെങ്കിൽ, മനസ്സിനെ ശരിക്കും നേർവഴിക്ക് നയിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ മന്ത്രം ജപിക്കണം. മന്ത്രം ജപിച്ചാൽ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടായിരിക്കും, ഗുരു മഹാരാജന്റെ അനുഗ്രഹം ഉണ്ടായിരിക്കും, ഗുരുജനങ്ങളുടെ, അതേപോലെ ഗുരു പരമ്പരയുടെ, സമ്പ്രദായത്തിന്റെ എല്ലാവരെയും അനുഗ്രഹം കിട്ടും. അപ്പൊ ഈ ഇന്റലിജൻസ് ഉള്ളവര് സഹായിക്കണ്ടേ മനസ്സിനെ? എവിടെ തെറ്റുണ്ടോ അവിടെ പോയിന്റ് ഔട്ട് ചെയ്യും. ഇപ്പോ അടുക്കളയില് ഇപ്പോ അമ്മ ജോലി ചെയ്യാണ്, ഓക്കെ, അച്ഛൻ ചിലപ്പോൾ ഇടയ്ക്കൊന്ന് പോയിട്ട് സൂപ്പർവൈസ് ചെയ്യും. അപ്പൊ എന്തെങ്കിലും അവിടെ അബദ്ധം ചെയ്യാൻ, ദാ നോയിക്കോട്ടോ, സൂക്ഷിച്ചോ, കത്തിയോണ്ട് കളിക്കാത്ത ആ കുട്ടി കത്തിയോണ്ട് കളിക്കേണ്ട സൂക്ഷിച്ചോ, ഉടനെ പറയും കുഴപ്പമൊന്നും സംഭവിക്കില്ലേ, കുട്ടിയോളാണ്, വിശ്വസിക്കാൻ പാടില്ല, കത്തി മേടിച്ചു വെച്ചോ. കേട്ടിട്ടില്ലെങ്കിൽ എന്താ, കുറച്ച് കഴിഞ്ഞാൽ കുട്ടിയുടെ കൈ മുറിഞ്ഞു പറഞ്ഞിട്ട് വരും. അപ്പൊ എന്താ പറയാ, അച്ഛൻ ദേഷ്യപ്പെട്ടു. ഞാൻ അപ്പോഴും പറഞ്ഞില്ലേ, കുട്ടിയുടെ കയ്യിൽ കത്തി കൊടുക്കരുത്. ഇതാണ് സംഗതി. ക്ലിയറായി മാതാജി? ഓക്കെ. നിങ്ങൾ വായിച്ചു കഴിഞ്ഞത് വായിച്ചില്ലേ? മുഴുവൻ വായിച്ചു. ഓക്കെ. ഒരു 10 മിനിറ്റ് കൂടി ഉള്ളു. അപ്പൊ പുതിയ ശ്ലോകം എടുത്താൽ കഴിയാനുള്ള സമയം ഇല്ല. ഉണ്ടോ?
എടുക്കണോ അതോ? ഒരു ശ്ലോകം ചെറിയ ഭാവാർത്ഥ പ്രഭു. ഓക്കെ, കുഴപ്പമില്ല, നിങ്ങൾക്ക് കുഴപ്പമില്ലെങ്കിൽ എടുക്കാം. ഓക്കെ, സോ 8, 9. നൈവ കിഞ്ചിത് കരോമീതി യുക്തോ മന്യേത തത്വവേദ് പശ്യാൻ ശൃണ്വാൻ സ്പൃശാൻ ജിഘ്രൻ അസ്നൻ ഗച്ഛൻ സ്വപൻ സ്വസൻ പ്രലപൻ വിസൃജൻ ഗൃണ്ണൻ ഉന്മിഷൻ നിമിഷൻ അപി ഇന്ദ്രിയാണേന്ദ്രിയാർത്ഥേഷു വർത്തന്ത ഇതി ധാരയൻ. ഓക്കെ, മംഗളമാതാജി. ഹരേ കൃഷ്ണ. നമോ ഭഗവതേ വാസുദേവായ. നൈവ കിഞ്ചിത് കരോമീതി യുക്തോ മന്യേത തത്വവേദ് പശ്യൻ ശൃണ്വൻ സ്പൃശൻ ജിഘ്രൻ അശ്നൻ ഗച്ഛൻ സ്വപൻ ശ്വസൻ പ്രലപൻ വിസൃജൻ ഗൃഹ്ണൻ ഉന്മിഷൻ നിമിഷന്നഭി ഇന്ദ്രിയാണീന്ദ്രിയാർത്ഥേഷു വർത്തന്ത ഇതി ധാരയൻ. ഹരേ കൃഷ്ണ. സ്മിത മാതാജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതി വാസുദേവായ. നൈവ കിഞ്ചിത് കരോമീതി യുക്തോ മന്യേത തത്വവേദ് പശ്യൻ ശൃണൻ സ്പൃശൻ ജിഘ്രൻ അശ്നൻ ഗച്ഛൻ സ്വപൻ ശ്വസൻ പ്രലപൻ വിസൃജൻ ഗൃഹണൻ ഉന്മിഷൻ നിമിഷൻ അഭി ഇന്ദ്രിയാണീന്ദ്രിയാർത്ഥേഷു വർത്തന്ത ഇതി ധാരയൻ. ഹരേ കൃഷ്ണ. മാതാജി. നമോ ഭഗവതേ വാസുദേവായ. മന്യേത തത്വവിദ് പശ്യൻ ശൃണ്വൻ സ്പൃശൻ അസ്നൻ ഗച്ഛൻ സ്വപൻ സ്വസൻ പ്രലപൻ വിസൃജൻ ഗൃഹണൻ ഉന്മിഷൻ ഇന്ദ്രിയാർത്ഥേഷു വർത്തന്ത ഇതി ധാരയൻ. വിവർത്തനം. വിഭൂതി വേദാന്ത സ്വാമി ശ്രീല പ്രഭാതർ കി ജയ്. ദിവ്യാബോധമുള്ള വ്യക്തി ദർശനം, ശ്രവണം, സ്പർശനം, ഘ്രാണം, അശനം, ഗമനം, നിദ്ര, ശ്വാസോച്ഛ്വാസം തുടങ്ങി എന്തു തന്നെ ചെയ്യുമ്പോഴും വാസ്തവത്തിൽ ഒന്നും ചെയ്യുന്നില്ലെന്ന് അയാൾക്കറിയാം. കാരണം സംസാരിക്കുമ്പോഴും വിസർജിക്കുമ്പോഴും സ്വീകരിക്കുമ്പോഴും കണ്ണു തുറക്കുമ്പോഴും അടയ്ക്കുമ്പോഴും എല്ലാം ഭൗതികമായ ഇന്ദ്രിയങ്ങൾ അവയുടെ വിഷയങ്ങളിൽ വ്യാപരിക്കുകയാണ് ചെയ്യുന്നതെന്നും അയാൾ അവയിൽ നിന്നെല്ലാം വ്യത്യസ്തനാണെന്നും സ്വയം മനസ്സിലാക്കുന്നു. A person in the divine consciousness, although engaged in seeing, hearing, touching, smelling, eating, moving about, sleeping and breathing, always knows within himself that he actually does nothing at all. Because while speaking, evacuating, receiving or opening or closing his eyes, he always knows that the only material senses are engaged with their objects and that he is aloof from them. അപ്പോൾ ഒരു ഡിവൈൻ കോൺഷ്യസ്നസ്, ദിവ്യമായിട്ടുള്ള അവബോധത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തി അവർ എന്ത് തന്നെ പ്രവൃത്തിയിൽ ഏർപ്പെട്ടാലും ശരി, ഉദാഹരണത്തിന് ഇവിടെ കാണുന്നു, കേൾക്കുന്നു, സ്പർശിക്കുന്നു, വാസിക്കുന്നു, ഭക്ഷിക്കുന്നു, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നു, ഉറങ്ങുന്നു, ശ്വസിക്കുന്നു, ഇതെല്ലാം. അതേപോലെ കണ്ണ് തുറക്കുന്നു, കണ്ണടയ്ക്കുന്നു, ഇവാക്യുവേറ്റ് ചെയ്യുന്നു, സംസാരിക്കുന്നു, ഇതെല്ലാം ചെയ്യുന്നത് എന്താണ്? ആ തൻ്റെ ശരീരത്തിലുള്ള വിവിധ പ്രവർത്തനങ്ങൾ നിറവേറ്റാൻ വേണ്ടിയിട്ട് എന്താണ് ആ ലിംസ്, ആ ഓർഗൻസും അതിൻ്റെതായിട്ടുള്ള റിലേറ്റീവ് സെൻസസും ആണ് ഇതിൽ ഇടപെടുന്നത്. സ്വയം ഇതിൽ ഇടപെടുന്നില്ല. ഈസ് എലൂഫ്. സ്വയം എന്ന് പറഞ്ഞാലാണ് ആത്മാവ്. ആത്മാവിനെ ഇത് ഒരു വിധത്തിലും ഇതെല്ലാം എക്സ്റ്റേണൽ ആണ്, ബാധിക്കുന്നില്ല. ആത്മാവ് ഇതിന്ന് മാറി നിൽക്കുന്നു. ഇതൊന്നും ആത്മാവിന്റെ കർമ്മങ്ങളല്ല. ആത്മാവിന്റെ ഒറ്റ കർമ്മമുള്ളൂ. എന്താണ്? ഭഗവാനായിട്ടുള്ള യൂണിയൻ. ആത്മാവിന് അത് മാത്രമേ ആഗ്രഹമുള്ളൂ. മറ്റതൊക്കെ ബോഡിയുടെ ആവശ്യമാണ്, ശരീരത്തിന്റെ ആവശ്യമാണ്, അല്ലേ? അപ്പൊ അതുകൊണ്ട് ഈ ആത്മാവിനെ ഇതൊന്നും ബാധിക്കുന്നില്ല. ആത്മാവ് ഇതിൽ നിന്നും മാറി നിൽക്കുന്നു. ഇതെല്ലാം ശരീരത്തിന്റെ ഇന്ദ്രിയങ്ങളുടെയും ആവശ്യമാണ്. അത് മുറയ്ക്ക് വേണ്ട സമയത്ത് നടക്കുന്നു എന്നാണ് പറയുന്നത്. ആർക്കത് തോന്നുന്നത്? പേഴ്സൺ ഇൻ ഡിവൈൻ കോൺഷ്യസ്നസ്, കൃഷ്ണാവബോധത്തിലുള്ള ഒരു വ്യക്തിക്കാണ് പറഞ്ഞത്. അല്ലാതെ ശാരീരിക അവബോധത്തിലുള്ള വ്യക്തിയുടെ കാര്യമല്ല പറയണത്.
ശാരീരിക അവബോധത്തിലുള്ള ഒരു വ്യക്തിക്ക് ഇതാണ് എല്ലാം, ഓൾ ഇൻ ഓൾ. അദ്ദേഹത്തിന് ആത്മാവിനെ പറ്റി യാതൊരു ഗ്രാഹ്യവുമില്ല. അതിനെപ്പറ്റി പറഞ്ഞു ഇതെല്ലാം ഞാൻ എന്ന് പറഞ്ഞാൽ എന്റെ ശരീരം, എന്റെ ഇന്ദ്രിയങ്ങള്, എന്റെ മനസ്സ്, എന്റെ ആസ്വാദനം, ഇത് മാത്രമേ അവർക്ക് അറിയുള്ളൂ. So a person in Krishna consciousness is pure in his existence and consequently he has nothing to do with any work which depends upon 5 immediate and remote causes. അതായത് ഒരു ശുദ്ധ ഭക്തന്റെ ഒരു തലാണ് പറയുന്നത്. അവര് ഇതിനൊന്നും ആശ്രയിച്ചിരിക്കുന്നില്ല. എന്നാൽ 5 ഇമ്മീഡിയറ്റ് ആൻഡ് റിമോട്ട്, 5 ഇമ്മീഡിയറ്റും റിമോട്ട്, അതായത് ഡയറക്റ്റ് ആയിട്ടുള്ളതും കുറച്ച് ഇൻഡയറക്റ്റ് ആയിട്ടുള്ളതും. അത് എന്തൊക്കെ? ഡുവർ, ദ വർക്ക്, സിറ്റുവേഷൻ, എൻഡെവർ ആൻഡ് ഫോർച്യൂൺ. ഡുവർ എന്ന് പറഞ്ഞാൽ ആരാണോ ഇത് ഇനീഷ്യേറ്റ് ചെയ്യുന്നത്, ഓക്കെ, നമ്മുടെ മനസ്സ്. നമ്മളൊരു കാര്യം ചെയ്യണമെങ്കിൽ ഇപ്പൊ മാതാജി, മംഗള മാതാജി പറയാം, ഇന്ന് എനിക്ക് ഗുരുവായൂർ പോകണം. ഇതാണ് ആരാണ് തീരുമാനിക്കുന്നത്? ആരാണ് തീരുമാനിക്കുന്നത്? കൈയാണോ തീരുമാനിക്കുന്നത്? ബ്രെയിൻ ആണോ തീരുമാനിക്കുന്നത്? കണ്ണാണോ തീരുമാനിക്കുന്നത്? ആരാണ് തീരുമാനിക്കുന്നത്? എനിക്കിന്ന് ഗുരുവായൂർ, മനസ്സാണ് തീരുമാനിക്കുന്നത്, അല്ലേ? അപ്പോ ഡൂവർ, ദ ഇമ്മീഡിയറ്റ് ഡൂവർ. ഓക്കെ, അപ്പോൾ ഇതിന് ശരീരത്തിലെ അംഗമാണ്, ഒരു മാറ്ററാണത്. ആത്മാവിൽ കാര്യമില്ല. യെസ്, ആത്മാവിനെ അത് ഇഷ്ടമായിരിക്കും. കാരണം ഗുരുവായൂർ പോകുന്നത് എന്തിനാണ്? ഭക്തിയുടെ ഭാഗമായിട്ട്. അപ്പൊ ആത്മാവിനത് ഫേവറബിൾ ആയിട്ട് മാറുന്നു മാത്രം, അല്ലെ? നേരെ മറിച്ച് സിനിമയ്ക്ക് പോവാണെങ്കിലോ അത് പൂർണ്ണമായിട്ടും ഒരു ഭൗതിക ആക്ടിവിറ്റി ആയി, ഭൗതിക കർമ്മമായി. തന്റെ ഇന്ദ്രിയങ്ങൾക്ക് സുഖം പകരാൻ, ആസ്വാദനം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്, സിനിമയ്ക്ക് പോകുന്നത്. അപ്പോൾ ഡൂവർ ആരാണ്? ആക്ച്വലി ദ ഡൂവർ ഈസ് ദ മൈൻഡ്. ആ മനസ്സ് തൻ്റെ ഫിസിക്കലായിട്ടുള്ള ഇന്ദ്രിയങ്ങളിലൂടെ, കർമ്മേന്ദ്രിയങ്ങളിലൂടെ ഓരോ കാര്യങ്ങൾ നിർവഹിക്കുകയാണ് ചെയ്യുന്നത്. ദെൻ ദ വർക്ക്. അപ്പൊ എന്ത് ആക്ടിവിറ്റിയാണോ ചെയ്യുന്നത് അത്. ഇപ്പൊ ഗുരുവായൂർക്ക് പോകുകയാണെങ്കിൽ, അല്ലെങ്കിൽ സിനിമയ്ക്ക് പോവാണ്, അപ്പൊ നമ്മൾ ടാക്സിയോ അല്ലെങ്കിൽ ബസ്സോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വാഹനം വിളിച്ച് നമ്മൾ പോകുന്നു. ദാറ്റ്സ് വർക്ക്. സിറ്റുവേഷൻ, ഏത് സിറ്റുവേഷനിലാണ്, അതായത് നമ്മുടെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ അത് മോഡ്സ് ഓഫ് നേച്ചർ ആവാം. ഏത് ഗുണത്തിലാണ് നമ്മൾ അത് ചെയ്യുന്നത്? അപ്പൊ 3 മോഡ്സ്, 3 ഗുണങ്ങളുടെ ഏത് ഗുണത്തിൽപ്പെട്ടതാണോ ആ സിറ്റുവേഷൻ, സത്വഗുണത്തിലാണോ, രജോ ഗുണത്തിലാണോ, തമോ ഗുണത്തിലാണോ ഈ ആക്ടിവിറ്റി നടക്കുന്നത്, സിറ്റുവേഷൻ. ദ എൻഡെവർ, നമ്മൾ അതിന് എഫേർട്ട് എടുക്കുന്നുണ്ട്. ഒരു കാര്യം നമ്മൾ ഇച്ഛിച്ചാൽ നടക്കില്ല. ഭഗവാൻ ഇച്ഛിച്ചാൽ മതി, ഭഗവാൻ ജസ്റ്റ് ആഗ്രഹിച്ചാൽ മതി, ആ കാര്യം നടക്കും. നമ്മൾ ജസ്റ്റ് ആഗ്രഹിച്ച കാര്യം നടക്കില്ല. നമ്മൾ ഒരുപാട് പ്രവർത്തിക്കണം അതിന്റെ പിന്നാലെ. ഒരു വീടുണ്ടാക്കണമെങ്കിൽ പൈസ വേണം, സാമഗ്രികൾ വേണം, ആൾക്കാർ വേണം. അതിനുള്ള ഒരു എൻഡെവർ, എഫേർട്ട് ഉണ്ട്. അങ്ങനെ ഓരോ കാര്യത്തിന്റെ പിന്നാലെ എഫേർട്ട് ഉണ്ട്, എൻഡെവർ. ദെൻ ഫോർച്യൂൺ. എന്താണ് ഫോർച്യൂൺ? എന്താണ് ഫോർച്യൂൺ എന്ന് പറഞ്ഞ ഭാഗ്യം. എന്താണ് ഇവിടെ ഭാഗ്യം എന്ന് പറയുന്നത്? അത് നടപ്പിലാവണമെന്നുണ്ടെങ്കിൽ ഭഗവാന്റെയും കൂടെ സാങ്ഷൻ വേണം. അതാണ് ഭാഗ്യം. ഭഗവാന്റെ സാങ്ഷൻ ഇല്ലാണ്ട് ഒരു കാര്യം. ഇതിപ്പോ ആദ്യത്തെ 4 നമ്മൾ വളരെ പെർഫെക്റ്റ് ആയിട്ട് പോയി. ഓക്കെ, എനിക്ക് സിനിമയ്ക്ക് പോകണം, ഞാൻ ആഗ്രഹിച്ചു, മഴയൊന്നുമില്ല, നല്ല ക്ലൈമറ്റ്, ട്രാഫിക് ജാമൊന്നുമില്ല, ടാക്സി വിളിച്ചു, ടാക്സി വന്നു, സമയത്തിന് വന്നു, ടാക്സിയിൽ കയറി, ഓക്കെ, നല്ല ഇത്, എൻ്റെ എഫേർട്ട് ഉണ്ടായി, സിറ്റുവേഷൻ നല്ലതായി. പക്ഷേ ആ ഒരു കിലോമീറ്റർ മുമ്പേ അവിടെ ഒരു ആക്സിഡന്റ് നടന്നിരിക്കുന്നു. അവിടെ വഴി ബ്ലോക്കായി. തിരിച്ചു വിട്ട് അവിടെ എത്തുമ്പോഴേക്കും സിനിമ കഴിഞ്ഞു. 1.5 മണിക്കൂറായി. അത്രയും ജാമം, അത്രയും വളരെ തിരിച്ചിട്ടാ വിട്ടു. അപ്പൊ എന്താണ്? അവിടെ ഭഗവാന്റെ സാങ്ഷൻ ഇല്ല. അപ്പൊ ആ ഭാഗ്യം നമുക്കില്ല. അപ്പൊ ഈ 5 ഇമ്മീഡിയറ്റ് ആൻഡ് റിമോട്ട് കോസസ് ആണ് ഏതൊരു കാര്യത്തെയും സഫലീകരിക്കുന്നത്. ഫൈനലി ഫോർച്യൂൺ, ഫൈനലി ഭഗവാന്റെ സാങ്ഷൻ. അതില്ലെങ്കിൽ എല്ലാം വ്യർത്ഥം, ഒരു കാര്യമില്ല. നമ്മൾ എന്ത് തന്നെ മനസ്സിൽ ആഗ്രഹിച്ചാലും ശരി, എന്ത് തന്നെ നമ്മൾ അറേഞ്ച്മെന്റ് ചെയ്താലും ശരി, ഓക്കെ, എത്ര തന്നെ എഫേർട്ട് എടുത്താലും ശരി, എല്ലാം വെള്ളത്തിലാവും.
So this is because he is engaged in the loving service of Krishna. Although he appears to be acting with his body and senses, he is always conscious of his actual position, which is spiritual engagement. അപ്പൊ ഒരു ഭക്തനെ സംബന്ധിച്ചോളം എല്ലാം അവനവന്റെ ഇന്ദ്രിയങ്ങളും ശരീരത്തിന്റെ വിവിധ അവയവങ്ങളോ ഓർഗൻസ് ആയിട്ട് ആണിതെല്ലാം കാരണക്കാരങ്ങളിൽ ആ ഭക്തനറിയാം ഇതെല്ലാം ആത്മാവായിട്ട് യാതൊരു ബന്ധവുമില്ല. അപ്പൊ ഇത് നല്ല ബോധത്തോടു കൂടിയിട്ടാണ് ആ ഭക്തൻ ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ ആത്മാവും പരമാത്മാവും തമ്മിലുള്ള ആ ബന്ധം, ആ യൂണിയൻ, അത് സ്പിരിച്വൽ ആണ്, മറ്റേത് മെറ്റീരിയൽ ആണ്. ഇൻ മെറ്റീരിയൽ കോൺഷ്യസ്നസ് സെൻസസ് ആർ എൻഗേജ് ഇൻ സെൻസ് ഗ്രാറ്റിഫിക്കേഷൻ, ബട്ട് ഇൻ കൃഷ്ണ കോൺഷ്യസ്നസ് ദ സെൻസസ് ആർ എൻഗേജ് ഇൻ ദ സാറ്റിസ്ഫാക്ഷൻ ഓഫ് കൃഷ്ണ. അപ്പൊ ഇതേ പ്രവൃത്തി തന്നെ നമുക്ക് കൃഷ്ണ കോൺഷ്യസ് ആയിട്ട് സിനിമയ്ക്ക് പോകുന്നവരും ഗുരുവായൂരിൽ പോയിട്ടോ അല്ലെങ്കിൽ സത്സംഗിൽ പോയിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഭക്തിത സേവനം ചെയ്തിട്ട് അതിനെ സ്പിരിച്വൽ കോൺഷ്യസ്നെസ് ആക്കിയിട്ട് മാറ്റാൻ പറ്റും. Therefore, the Krishna conscious person is always free, even though he appears to be engaged in affairs. അപ്പൊ നമ്മളുടെ ഇന്ദ്രിയങ്ങളുടെ കർമ്മത്തിൽ നമ്മൾ ഏർപ്പെട്ടു എന്ന് വിചാരിച്ചാലും കൂടിയിട്ട് ഭഗവാന്റെ പ്രീതിക്കാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ആ ഇന്ദ്രിയങ്ങളുടെ ആ വലയത്തിൽ വരുന്നില്ല. Activities such as seeing and hearing are actions of the senses meant for receiving knowledge, whereas moving, speaking, evacuating, etc. are actions of the senses. അപ്പൊ ചിലത് ജ്ഞാനേന്ദ്രിയങ്ങളും ചിലത് കർമ്മേന്ദ്രിയങ്ങളും. സീയിങ്, ഹിയറിങ് are senses meant for receiving knowledge. ജ്ഞാനേന്ദ്രിയങ്ങൾ അല്ലെ, നമ്മൾ കാണുന്നു, നമ്മൾ കേൾക്കുന്നു, അതൊക്കെ എന്താണ് ജ്ഞാനേന്ദ്രിയങ്ങൾ. മൂവിങ്, സ്പീക്കിംഗ്, ഇവാക്യുവേറ്റിംഗ് ഇതെല്ലാം എന്താണ് കർമ്മേന്ദ്രിയങ്ങളാണ്, അതാണ് ചെയ്യുന്നത്. കൃഷ്ണ കോൺഷ്യസ് പേഴ്സൺ ഇസ് നെവർ എഫക്റ്റഡ് ബൈ ദ ആക്ഷൻസ് ഓഫ് ദ സെൻസസ്. അത് കർമ്മേന്ദ്രിയാണ് ശരി അല്ലെങ്കിൽ ജ്ഞാനേന്ദ്രിയങ്ങൾ ശരി, അതിൻ്റെ ഒന്നും കർമ്മത്തിലെ ഒരു കൃഷ്ണാവബോധത്തിലുള്ള വ്യക്തി അതിന്റെ അധീനത്തിൽ വരുന്നില്ല എന്നാണ് പറയുന്നത്. He cannot perform any act except in the service of the Lord because he knows that he is the eternal servant of the Lord. ഭഗവാന്റെ പ്രീതിക്കല്ലാതെ ഒരു ഭക്തൻ ഒരു കാര്യം ചെയ്യില്ല. കാരണം അദ്ദേഹത്തിന് അറിയാം എന്താ മമ്മൈ വാംസോ ജീവലോകെ ജീവഭൂത സനാതന, പിന്നെ എന്താണ് ജീവന സ്വരൂപമായ കൃഷ്ണന്റെ നിത്യദാസ്. ആ പൊസിഷൻ അദ്ദേഹത്തിന് വളരെ നന്നായിട്ട് അറിയാം. മറ്റതെല്ലാം ചെയ്യുന്നത് ശരീരവും ശരീരത്തിന്റെ ഇന്ദ്രിയങ്ങളും പല കാര്യത്തിലും ഏർപ്പെട്ടുണ്ടെങ്കിലും കൂടിയിട്ട് അതൊന്നും അദ്ദേഹത്തിനെ ബാധിക്കില്ല. കൃഷ്ണാവബോധത്തിലുള്ള ഒരു വ്യക്തി എപ്പോഴും അദ്ദേഹത്തിന്റെ മാസ്റ്ററി, അതായത് ഭഗവാനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി മാത്രമായിരിക്കും. അത് സ്പിരിച്വൽ ആണ്, അത് മെറ്റീരിയൽ അല്ല. ഹരേ കൃഷ്ണ. വാഞ്ചാകൃതരൂപേശ കൃപാ സിന്ധുഭ്യോ ച പതിതാനാം പാവനേഭ്യോ वैष्णवेभ्यो नमो। आनंद कोടി वैष्णवी की जय, श्री प्रभुपाद की जय, गुरु महाराज की जय, कृताय गो प्रेमानंद। അടുത്തത് 10 നോട്ട് ചെയ്തു കേട്ടോ. ഹരേ കൃഷ്ണ.